എല്ലാവർക്കും ഒരു സുപ്രഭാതം നേരുന്നു, ശുഭദിനം നേരുന്നു. നമുക്ക് ഈ അവസരം ഒരുക്കിയിട്ടുള്ള സർവേശ്വരനോട് നമുക്ക് ആദ്യം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കേ. ഞാൻ മോഹനവല്ലി, കോഴിക്കോട് ജില്ലയിൽ മുക്കത്തിനടുത്ത് മണാശ്ശേരി എന്ന സ്ഥലത്താണ്. ഞാൻ ഇതിനകത്തേക്ക് വന്നിട്ട് ഏകദേശം ഒരു 2.5 വർഷത്തോളായി. ഞാൻ പ്രൊഡക്റ്റ് മേടിക്കുന്നതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നിന്നാണ്. എനിക്കും ഇല്ലാത്ത വേദനകളൊന്നും ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. അത്രയ്ക്കും വേദനകളായിരുന്നു. അതെങ്ങനെയൊക്കെ മാറിയെന്ന് തന്നെ എനിക്ക് തന്നെ അറിയില്ല. അത്രയ്ക്ക് നല്ലൊരു പ്രൊഡക്റ്റാണ് എൻ്റെ കയ്യിലേക്ക് കൊണ്ടുതന്നത്. പിന്നെ എൻ്റെ ഫാമിലിയിൽ ഞാൻ എല്ലാവർക്കും ഈ പ്രൊഡക്റ്റ് മേടിപ്പിച്ച് ഞാൻ അവരെ കൊണ്ട് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരെ കൊണ്ടും, എൻ്റെ ഫാമിലിയിൽ എല്ലാവരെ കൊണ്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് മേടിപ്പിച്ചു. അങ്ങനെ ഞാൻ വർക്ക് ചെയ്യുന്നത് പാലക്കാടായിരുന്നു. കോഴിക്കോട് ജില്ലയാണെങ്കിൽ സ്വദേശമെങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലായിരുന്നു. അവിടെയും ഞാൻ ഒരു പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുത്തതാണ്. അങ്ങനെ അവിടെ ഇപ്പൊ ഒരുപാട് പേര് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ സഹപ്രവർത്തകരിൽ ചെറിയൊരു ഭാഗം ഇപ്പൊ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെ പറയാം. എനിക്ക് കാലുവേദനയായിരുന്നു മെയിൻ പ്രശ്നം. ആയുർവേദം ചെയ്യും, അത് കഴിയുമ്പോൾ അലോപ്പതി ചെയ്യും, അത് കഴിയുമ്പം വേറെ എന്തെങ്കിലും പോവാൻ നോക്കുമ്പോ ഹോമിയോപ്പതിയാണ് നല്ലതെന്ന് പറയും, ചിലർ പറയും. അങ്ങനെ അങ്ങോട്ട് പോവും. അങ്ങനെ ആയി എന്തു പറയാ, ഒരു 10 ദിവസം 15 ദിവസമൊക്കെ അതിനൊരു ശമനം കിട്ടുമെന്നല്ലാതെ അത് ശാശ്വതമായിട്ടൊരു പരിഹാരം ഇതുവരെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം ഇന്ന് വരെ എനിക്ക് ആ മുട്ടുവേദന പിന്നെ വന്നിട്ടില്ല. മാത്രമല്ല, ജീവിതശൈലി രോഗങ്ങളിൽ കൊളസ്ട്രോൾ, പ്രഷർ അങ്ങനെ തുടങ്ങി പല രോഗങ്ങളും ഉണ്ടായിരുന്നു. അതിനെല്ലാം നല്ല ശമനം കിട്ടി. ഇപ്പൊ ഞാൻ ഒരു ഗുളികയും കഴിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ ഞാൻ പോയിരിക്കുന്നത്. ഇപ്പൊ നല്ല നല്ല ഊർജ്ജസ്വലതയോടെ ഇറങ്ങി നടക്കാനും എല്ലാത്തിനും സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഈ ഒരു അവസരത്തില് ഈ കേരളത്തിലെ ഈ ജനത, എൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം ഈ കേരളത്തിലെ ഈ ജനത ഏകദേശം 3.5 കോടി 4 കോടിയോളം വരുന്ന ഈ ജനത എല്ലാവരും വീട്ടിൽ, എപ്പോഴും മനോജ് സാറും പറയാറുള്ള ഒരു കാര്യമാണ്, എല്ലാവരും ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാ വീടുകളിലും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് നന്നായിരുന്നു ഇല്ലേ? അത്തരം ഒരു കേരളം നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കുമോ? സാധിക്കണം അല്ലേ? ഏതായാലും ആ കാലം അതിവിദൂരമല്ല എന്നുള്ള പ്രത്യാശയോടെ ഞാൻ ഈ സൂം മീറ്റിംഗിലേക്ക് നമ്മുടെ ആദരണീയനായ നമ്മുടെ മുസ്തഫ സാറിനെ ക്ഷണിക്കുകയാണ്. മുസ്തഫ സാർ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനു മാത്രം പരിചയമൊന്നുമില്ല. ഞാൻ ഏകദേശം ഒരു 5-6 മാസമായിട്ടുള്ളൂ എനിക്ക് അദ്ദേഹമായിട്ട് പരിചയമായിട്ട്. പക്ഷെ ഇതിനു മുൻപ് ഞാൻ പാലക്കാടുള്ള ടീമിലേക്ക് പാലക്കാട് BOP-യിലൊക്കെ പോകുന്ന സമയത്ത് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കൂടുതലായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു 5-6 മാസമായിട്ടാണ് അദ്ദേഹമായിട്ട് എനിക്ക് വർക്കിന് പോകാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു പേഴ്സണാലിറ്റി അല്ലെ. അദ്ദേഹം ഒരു വെൽനസ് ട്രെയിനറാണ്. പിന്നെ ഫാർമ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അനന്ത സാധ്യത മനസ്സിലാക്കിയിട്ട് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അദ്ദേഹം വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആദരണീയനായ മുസ്തഫ സാറിനെ ഞാൻ ഈ സൂമിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം മുസ്തഫ സാർ. താങ്ക് യു മാം, താങ്ക് യു. വളരെ സന്തോഷം. നമ്മുടെ ടീച്ചർ, മോനോലി ടീച്ചർ, നമുക്ക് രാവിലെയും അതുപോലെ തന്നെ നമ്മളെ ഈ പ്രോഗ്രാമുകളിലൊക്കെ വലിയ ഒരു ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇപ്പൊ ഭാസ്കർ മാഷ് അല്ലെ, നമ്മളെ സലീം സാറ് പോലെയുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ, ഗീതാമ്മ, നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ അങ്ങനത്തെ ആളുകൾ ഫസ്റ്റ് നമ്മൾ ഈ സൂമിൽ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ കാണുന്ന ഒരുപാട് മുഖങ്ങൾ, ഒന്നിനോടൊന്ന് മെച്ചപ്പെട്ട വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ഈ മോർണിംഗിൽ നമ്മൾ ഈ കൂടിയിരിക്കുന്നത്. ഒരു പോസിറ്റീവ് വൈബ് രാവിലെ നമുക്ക് കിട്ടാനുള്ള, വെറുതെ ഒന്ന് ഈ ഒരു സൂം ഓപ്പൺ ചെയ്ത് ഒരു 10 മിനിറ്റ് ഈ സംഭവങ്ങൾ കേട്ടാൽ തന്നെ നമുക്ക് ഒരു വൈബാണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ ഡെസ്പറേഷൻസ് ഉണ്ട്, എന്തൊക്കെ പ്രയാസങ്ങളുണ്ട്, ഇതെല്ലാം നമുക്ക് മറക്കാൻ ഈ മോർണിംഗ് സൂം വളരെ അത്യാവശ്യമാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്.
കാരണം നമുക്കൊക്കെ ആ രീതിയിലേക്ക് എന്തെങ്കിലും പ്രതിസന്ധികൾ കടന്നു പോകുന്ന സമയത്ത് മോർണിംഗിൽ ഒന്ന് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇത്രയും ആളുകളുടെ സംസാരങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നിറയാണ്. ആ വറീസൊക്കെ പുറത്തു പോയി കുറെ സന്തോഷങ്ങൾ അകത്തേക്ക് നിറയാണ്. എന്തായിരുന്നാലും നമുക്ക് കിട്ടിയ വളരെ മോനൽ ടീച്ചർ പറഞ്ഞതുപോലെ നമ്മുടെ എസ്പെഷ്യലി നമ്മളെ കേരള എക്സിന് കിട്ടിയ വളരെ വലിയ ഒരു പ്രൊജക്റ്റും പ്രൊഡക്റ്റുമാണ്. പ്രൊഡക്റ്റ് എല്ലാ പ്രൊഡക്റ്റുകളൊക്കെ പല പ്രൊഡക്റ്റ് ഉണ്ടാവും. പക്ഷെ അതിൽ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമ്മളെ പോലെയുള്ള ഈ വയസ്സന്മാരായിട്ടുള്ള എന്നെ പോലെ സലീം സാറൊക്കെ വയസ്സനൊന്നല്ല, എന്നെ പോലെയുള്ള വയസ്സന്മാരായിട്ടുള്ള ആളുകൾക്കൊക്കെ പിന്നെ ഇങ്ങനെ കൂടി ചേർന്ന് ഇങ്ങനെ സംസാരിക്കാനും കുറെ ആളുകളെ നല്ല ടീമുകളെ കാണാനും ബന്ധപ്പെടാനും അങ്ങനെ ഒരുപാട് അല്ലെ എവിടെ പോയാലും നമുക്ക് കണക്ഷൻസ് ആണ്. പല ഭാഗങ്ങളും നമ്മളിപ്പോ ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കുന്ന സമയത്ത് മുസ്തഫ സാറേ എന്ന് പറഞ്ഞ് വിളിച്ചു വരുന്ന ആൾക്കാരുണ്ടാവും. വന്ന കാരണം വെച്ചാൽ ഈ സൂമിൽ കണ്ട പരിചയം അല്ലെങ്കിൽ ഒരു BOPയിൽ കണ്ട പരിചയം, ആ രീതിയിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ നമുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. നമ്മളറിയാതെ കുറെ സുഹൃത്തുക്കൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് നമുക്ക് കിട്ടാത്ത പല ആൾക്കാരും കിട്ടാത്ത പുരുഷങ്ങളാണ്. ചില ഈ ടെറ്റികളായിട്ടുള്ള ചെറുപ്പക്കാരായ ആളുകൾക്കൊക്കെ അവർ കുടുംബത്തിൽ തന്നെ അവരുടെ ഒരു അണുകുടുംബം 2, 3, 4 ആളുകളെ അല്ലാതെ ഒരു 10 പേര് വരെ ഒരു ഫ്രണ്ട്ഷിപ്പ് വലയം കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. അതിൽ നിന്നാണ് നമുക്ക് ആയിരക്കണക്കിന് നൂറുകണക്കിന് എന്ന് പറഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ആളുകളുടെ ഒരു സ്നേഹ വലയത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അത് പലതരത്തിലുള്ള ആളുകളാണ്. അത് സ്നേഹത്തിന്റെ എന്താ പറയാ ആ രീതിയിലേക്ക് നമുക്ക് നിറഞ്ഞ ഒരു മനസ്സോടുകൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അത് നേരത്തെ ടീച്ചർ പറഞ്ഞു, ഇത് കേരളത്തിലെ എല്ലാ ആളുകളിലേക്കും ഈ പ്രൊജക്റ്റും കിട്ടട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. കാരണം നമ്മൾ 2 തരത്തിലാണ്. നമ്മൾ ഈ സ്നേഹവും അതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള ഈ സമാധാനം വളരെ സന്തോഷമായിട്ട് നമുക്ക് രോഗമില്ലാത്തൊരവസ്ഥ ഉണ്ടാവുകയും അത് നമുക്ക് മറ്റുള്ള ആളുകളിലേക്ക് പകർന്നു കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന നമുക്ക് എക്കണോമിക്കലി ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ മാത്രമായ കാര്യമാണ്. ഈ കാര്യമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇതാണ് നമ്മൾ എല്ലാവരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. ഇവിടെ ഒരുപക്ഷെ നമ്മളുടെ പ്രശ്നം ഇപ്പൊ ഞാനിന്ന് നമ്മൾ ഇതിൽ പിക്കിലെ കണ്ടിട്ടുണ്ടാവും, നമുക്ക് സെയിൽസ് ടെക്നിക്ക് എന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷയം പറഞ്ഞല്ലോ. നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. പല ആൾക്കാർക്കും പലതരത്തിലുള്ള ടെക്നിക്കാണ്. ഇനിയിപ്പോ ടെക്നിക്ക് നമ്മൾ എഴുതി പഠിച്ചുകൊണ്ടൊന്നും കാര്യങ്ങളാവില്ല. അത് നമ്മുടെ ഒരാളത്ത് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ ആ സമയത്തുള്ള പല വിഷയങ്ങളും പല ഘടകങ്ങളും അതുമായി ബന്ധപ്പെട്ടതാണ്. എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഇത്രയും ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ പ്രൊജക്റ്റുമാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ ഡോക്ടർ സാഗർ ജോഷി സാർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ തന്നെ പറയാം, എല്ലാവർക്കും എന്താ പറയാ രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ് നമ്മളെ MD നൽകിയിട്ടുള്ളതെന്നൊക്കെയാണ് പൊതുവെ പറയാറുള്ളത്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അറിഞ്ഞോ അറിയാതെ ഇപ്പൊ ചിലപ്പോ അറിഞ്ഞുകൊണ്ടൊന്നാവില്ല. അങ്ങനെ നമ്മൾ ഇവരൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അദ്ദേഹം നമുക്ക് നമ്മുടെ ഇന്ത്യയെ മൊത്തത്തിൽ അല്ലെങ്കിൽ ഗ്ലോബലി നമ്മളെ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ മെഡിക്കേഷൻ മാർക്കറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അവതരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് പറയാറുണ്ട്. ഒരു പക്ഷെ അറിഞ്ഞുകൊണ്ടാവണമെന്നല്ല, ദൈവനിയോഗമാണ്. കാരണം എന്താ വെച്ചാല് നമുക്കറിയാം, ഇനിയിപ്പോ എന്താ പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കേൾക്കുണ്ടായി. നമ്മളെ ഈ മോഡേൺ സയൻസും അതുപോലെ തന്നെ നമ്മളെ വടക്കൻ ജേക്കബ് സാർ ഉണ്ടല്ലോ, അദ്ദേഹം തമ്മിലൊരു സംവാദം, ഒരു മോഡേൺ മെഡിസിനിലെ ഒരു ഡോക്ടറും അദ്ദേഹം തമ്മിലൊരു സംവാദം കേൾക്കണ്ടായി. ഒരുപാട് സമയമുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഈ മോഡേൺ സയൻസ് ചോദിക്കുന്നത് തെളിവുകളാണ്. തെളിവുകൾ എന്ന് പറഞ്ഞാൽ എവിഡൻസ്, സയന്റിഫിക്കലി പ്രൂവൺ ആണോ? ഈ സത്യത്തിൽ ഈ സയന്റിഫിക്കലി പ്രൂവൺ ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആരാണ് സയൻസ് കണ്ടുപിടിച്ചത്? അല്ലെ, നമ്മളിപ്പോ കുറച്ചു കാലം മുമ്പെയുള്ള ആളുകൾ ജീവിച്ചത്, നമ്മുടെ കാരണന്മാരൊക്കെ ജീവിച്ചത് അവർ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടല്ല ജീവിച്ചത്. നമ്മളോടൊക്കെ ചോദിക്കാറുണ്ട് പല ആളുകൾ, ഇത് സയന്റിഫിക്കലി പ്രൂവൺ ആണോ, സയന്റിഫിക്കലി പ്രൂവൺ ആണോ? ഇപ്പോൾ പല ആളുകളും കേൾക്കുന്നത് നമ്മൾ ഈ സെയിൽസ് ടെക്നിക്ക് എന്ന് പറയുന്ന സമയത്ത് അതിൽ പറയപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പല ആളുകളും ചോദിക്കുന്ന ഒരു വിഷയമാണ് സയന്റിഫിക്കലി പ്രൂവൺ ആണോ, ഇത് ഡോക്ടേഴ്സ് എന്തുകൊണ്ട് പ്രിസ്ക്രൈബ് ചെയ്യണില്ല? അപ്പൊ അത് ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായത്, ആ സംസാരത്തിനൊക്കെ മനസ്സിലായത്, ഇത് സയന്റിഫിക്കലി പ്രൂവൺ ആവാതെ ഒരുപാട് ആളുകൾ കോടാനുകോടി ആളുകളുടെ ജീവിച്ച് മരിച്ചിട്ടുണ്ട്. വളരെ ഹെൽത്തി കണ്ടീഷനിൽ ഒരുപാട് ആളുകൾ. ഇന്നാണ് നമുക്ക് ഈ സയന്റിഫിക്കലി പ്രൂവൺ ആണോ എന്ന് ചോദിക്കുകയും അതിലുപരി നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നു, ഇത്രയൊക്കെ സയൻസ് ഡെവലപ്പായിട്ടും നമ്മൾ രോഗങ്ങളെ നമുക്ക് തടുത്തു നിർത്താൻ കഴിയാതെ രോഗികളായി വളരെ ക്ലേശപ്പെട്ട് പ്രയാസപ്പെട്ട് മരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളെ ഡോക്ടർ സാഗർ ജോഷി സാർ നമുക്ക് നൽകിയിട്ടുള്ള വളരെ ഡിവൈൻ ആയിട്ടുള്ള, അങ്ങനെ തന്നെ പറയാം, പരിപാവനമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സത്യത്തിൽ നമ്മുടെ ഇത്. ഇപ്പൊ എനിക്ക് തന്നെ, ഞാൻ പലപ്പോഴും ഈ BOPകളൊക്കെ പറയാറുണ്ട്, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായും അതുപോലെ തന്നെ മാനസികമായും വളരെ വലിയൊരു മാറ്റം എനിക്ക് നൽകിയ പ്രൊഡക്റ്റാണ്.
കാരണം വീട്ടില് എന്റെ വൈഫിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. 10-15ഓളം വർഷം അവര് അനുഭവപ്പെട്ട പ്രയാസങ്ങൾ. അവർക്ക് ഒരു വിഷയങ്ങളും ചെയ്യാൻ കഴിയുന്നില്ല. 2-3 സിസേറിയനൊക്കെ കഴിഞ്ഞ് ആകെ സിസേറിയൻ 3-4 ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ചില ബോഡികൾക്ക് അത് ഒരുപക്ഷെ ഇവിടെ ബബിതാമ്മയുടെ ഇരിക്കുന്നുണ്ട് 5-6 സർജറി ചെയ്യുന്നത് ബബിതാമ്മയാണ്. പക്ഷെ സിസേറിയനും സർജറിയും അങ്ങനെ രീതിയിൽ പലരും പല രീതിയിൽ ചെയ്യാറുണ്ട്. പക്ഷെ എന്റെ വൈഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരുപാട് പ്രശ്നമായിരുന്നു. അപ്പോ അതിനുശേഷം അവർക്ക് വീട്ടിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ ആകെ തകർന്ന് ശരീരമാസകലം വേദനയായി മൊത്തത്തിൽ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയത്. ഈ പ്രൊഡക്റ്റ് കിട്ടി ഏകദേശം 2-3 മാസം കൊണ്ട് ആള് പക്ക നോർമലായി എന്ന് മാത്രമല്ല, ഇന്ന് ഞാൻ പറയാറുണ്ട്, ഏകദേശം ഒരു 1500-2000 രൂപയുടെ ആവറേജ് മെഡിസിൻ നമ്മൾ കഴിച്ചിരുന്നു. ആവറേജ് മെഡിസിൻ 2000 ആവറേജ് നമ്മൾ മെഡിസിൻ ആഴ്ചയിൽ, മാസത്തിലല്ല കേട്ടോ, ആഴ്ചയിൽ കഴിച്ചിരുന്ന ആ രീതിയിൽ. മാത്രമല്ല മൊത്തത്തിൽ ആള് ഫിസിക്കലി മോശമായി വരികയായിരുന്നു. ഈ മരുന്നെല്ലാം കഴിച്ച് ഈ പെയിൻ കില്ലറൊക്കെ കഴിച്ച ആകെ പ്രശ്നത്തിലായിരുന്നു. ആ സമയത്താണ് നമുക്ക് 2-3 മാസം കൊണ്ട് ഇത് നോർമലായി ഇന്ന് വരെ ഏകദേശം 3 വർഷം മോനോലി ടീച്ചർ പറഞ്ഞ പോലെ ഒരു 3 വർഷമായിട്ട് നമുക്ക് അതിനുശേഷം ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഒരു ഡോക്ടറെ ആ വിഷയമായി കാണാൻ വേണ്ടി നമുക്ക് ആവശ്യം വന്നിട്ടില്ല എന്നുള്ള വലിയൊരു സന്തോഷമാണ്. എത്ര ലക്ഷക്കണക്കിന് രൂപ എനിക്ക് എക്കണോമിക്കലി സാമ്പത്തികമായിട്ട് ലാഭമാണ്. അതോടൊപ്പം തന്നെ മാനസികമായി ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആലോചിക്ക്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് മാനസികമായിട്ട് എന്തൊരു സന്തോഷമുള്ളത്. വീട്ടിൽ നിന്ന് ഞാനും വീട്ടിലെ കുട്ടികളൊക്കെ കൂടി വീട്ടിലെ കാര്യങ്ങളൊക്കെ ശരിയാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഇവരെ ഒറ്റക്കായിരിക്കും വീട്ടിലുണ്ടാവുക. നമ്മളൊക്കെ കുട്ടികൾ സ്കൂളിലും ഒക്കെ പോകും. നമ്മുടെ കാര്യങ്ങളായിട്ട് നമ്മൾ ഇറങ്ങിപ്പോകും. തിരിച്ചു വരുന്ന സമയത്ത് ഇവർ വളരെ ഡെസ്പിൽ. കാരണം ഒറ്റയ്ക്ക് ഈ സുഖമില്ലാതെ ഇരിക്കുന്ന സമയത്തിന് അറിയാലോ, മാനസികമായിട്ട് ഈ ചിന്തകളും കാര്യങ്ങളും ഞാൻ ഇനി എന്തിനാ പറ്റുക എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചിന്തകളാണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ചിന്തിച്ചിരുന്ന് വൈകുന്നേരം വരുന്ന സമയത്ത് വളരെ ഡെസ്പിലാണ് അവിടെ ഉണ്ടാവുക. അപ്പൊ നമ്മളും അങ്ങനെ തന്നെ വീട്ടിലെത്തുന്ന സമയത്ത് ഇത് എന്തായാലും ഉണ്ടാവുക, ഇന്നിപ്പോ നീ ഡോക്ടറെ കാണേണ്ടി വരുമോ, നീ അടുത്ത ആഴ്ച ഡോക്ടറെ കാണേണ്ടി വരുമോ, അങ്ങനെയുള്ള പ്രയാസത്തിലിരിക്കുന്ന സമയത്ത് ഇന്ന് എന്താ പറയാ, അത്രയും ഒരു സമാധാനമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരുന്നത്. അതിന് നമ്മൾ ആരോടാണ് നമ്മൾ നന്ദി പറയുന്നത് അല്ലെ? നമുക്ക് ഇത് നൽകിയ എല്ലാ ആളുകളോടും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ നൽകണം. മോനോലി ടീച്ചർ പറഞ്ഞതാണ്, ടീച്ചർക്ക് ഉണ്ടായിരുന്ന ഒരുപാട്, ഞാൻ നമ്മളെ വിഷയത്തിലേക്ക് വരികയാണ്, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായപ്പോ ആ പ്രയാസങ്ങളിൽ നിന്ന് മോചനം നേടി. ഇനി ഇത് എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഈ വിഷയം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇത് നമ്മളിലൂടെ ആയിരക്കണക്കിന് ആളുകളിൽ പകരാനുള്ള അതിനുള്ള ടെക്നിക്കുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ സെയിൽസ്. നമ്മൾ ഈ പൊതുവെ പൊതുജനത്തിന്റെ പ്രശ്നം. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ ഒരു സെയിൽസിന് ഒരാൾ നമ്മളെ അടുത്തേക്ക് വരികയാണ്, വീട്ടിലേക്ക് വരികയാണ്, ഒരു സെയിൽസ് ഗേള് അല്ലെങ്കിൽ സെയിൽസ് ബോയ്, പല മാർക്കറ്റിംഗ് ആണ്. അവർ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെന്തായിരിക്കും? വരുന്നുണ്ട് ശല്യം, അല്ലെ? ശല്യം വരുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ മനസ്സിൽ അതാണ് വരിക. അപ്പൊ ആ ശല്യത്തെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ടെക്നിക്കുകൾ പ്രയോഗിക്കും? ഇപ്പൊ വേണ്ട, ഞാൻ പിന്നെ അറിയിക്കാം, അപ്പൊ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പൊതുവെ നമ്മൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരെങ്കിലും കൂട്ടി പോകുന്ന സമയത്ത് അവർ ആദ്യം പറയാൻ തരുന്നു റിജക്ഷൻ ആണ്. എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു പ്രശ്നം ഇല്ല എന്ന് പറഞ്ഞ ആളുകൾ നമ്മൾ ഒഴിവാക്കുമ്പോൾ അവർക്ക് 100 കണക്കിന് പ്രശ്നങ്ങൾ ഉണ്ടാവും. അവർ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പറയാം, കാരണം അവർക്ക് ഇത് അറിയില്ല. ഞാൻ പറഞ്ഞത് ഇത് അറിയാത്തൊരു വിഷയമാണ്. അപ്പൊ അവരുടെ അടുത്ത് സ്നേഹസമ്പന്നതയോടുകൂടി സംസാരിച്ച് ഈ സംഭവം അവരിലേക്ക് എത്തിച്ച് അവരിലൂടെ 100 കണക്കിന് ആളുകളിലേക്ക് ഇത് പരത്തുക എന്നുള്ളതാണ്. ഇത് മൊത്തത്തിൽ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഇത് മാത്രമല്ല, ഞാൻ ഒരു വെൽനസ് മേഖലയിലേക്ക് ആളുകളെ എത്തിക്കുക എന്നുള്ള വളരെ മഹത്തായ ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആ ടെക്നിക്കുമായി ബന്ധപ്പെട്ട് സെയിൽസ്, ഇതൊക്കെ പറയുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സെയിൽസ് ആണ്. ഇതൊരു സെയിൽസ് ചെയ്യാതെ എവിടെ എത്തൂലല്ലോ. ഈ പ്രൊഡക്റ്റ് സെയിൽസ് ചെയ്തേ പറ്റൂ. നമുക്ക് ആർക്കും ഇത് വെറുതെ കൊടുക്കാൻ കഴിയില്ല. ഇതെല്ലാം കൂടി മാനുഫാക്ചർ ചെയ്തിട്ട് ഓരോരുത്തർക്ക് ചാരിറ്റിയായിട്ട് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ സെയിൽസ് ആണ് നമ്മൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഫിയർ ഓഫ് റിജക്ഷൻ ആണ്, അല്ലെ? നമുക്ക് ആകെ എന്തുണ്ടാവും, നമ്മൾ ഈ സാധനം കൊണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവും, ഇത് പറ്റുമോ, ക്ലോസ് ചെയ്യാൻ പറ്റുമോ, സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റുമോ, അല്ലെ? നമ്മള് മനസ്സർ പറയുന്ന പോലെ സെയിൽസ് ക്ലോസിംഗ്, ഓപ്പണിംഗ് ആണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. ഓപ്പണിംഗ്, സെയിൽസ് ഓപ്പണിംഗ്. അപ്പൊ ഇവിടെ സെയിൽസ് നടക്കുമോ, ക്ലോസും ഓപ്പണിംഗും വേണ്ട, സെയിൽസ് നടക്കുമോ എന്നുള്ള ചിന്തയാണ്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് വരുന്ന റിജക്ഷൻ. അത് നമ്മൾ ചെന്ന് പറയുന്ന സമയത്ത് അത് റിജക്ട് ചെയ്യും. എന്താണ് അതന്നെ? അപ്പൊ ആ റിജക്ട് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള റിജക്ഷൻ ആണ് നമുക്ക് വരിക. എന്താ അവര് പറയുന്നത്? നമുക്ക് ഇതെല്ലാ കാര്യങ്ങളും പ്രസന്റ് ചെയ്തതിനു ശേഷം അവർ ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്ന വിഷയം, നമ്മള് ഒന്ന് ആലോചിക്കട്ടെ, അല്ലെ? ഒന്ന് മറ്റുള്ള എന്റെ വീട്ടില് ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫിനോട് കൂടി ഒന്ന് ആലോചിക്കട്ടെ,
അല്ലെങ്കിൽ വൈഫാണെങ്കിൽ ഹസ്ബൻഡിനോടൊന്ന് ആലോചിക്കട്ടെ, അല്ലെങ്കിൽ മക്കളാണെങ്കിൽ അച്ഛനോടോ അമ്മേനോടൊക്കെ ഒന്ന് ആലോചിക്കട്ടെ. ഇതാണ് പൊതുവെ പറയാറുള്ളത്. ഇത് പറയുമ്പോഴോട് കൂടെ നമുക്ക് ഏകദേശം തീരുമാനമാവും എന്താവും. അത് ആലോചന നമുക്കറിയാം, കുറെ ആലോചനകൾ നമ്മൾ കേട്ടും പരിചയിച്ച ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ആലോചന എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സ് ഡെസ്പായിട്ടാണ്. പക്ഷെ നമുക്ക് ഒരു ടാക്ലിംഗ് പോയിന്റ് അവിടെ തന്നെ നമ്മൾ പിടിക്കണം. സാർ ഇതെന്താണ് ആലോചിക്കാനുള്ളത് അല്ലെ, ഇതെന്താണ് നമുക്ക് ആലോചിക്കാനുള്ളത്, എന്താ ആലോചിക്കാനുള്ള വിഷയം ഇതിൽ എന്താണത് എന്ന് പറയാനുള്ള കുറെ കാര്യങ്ങൾ നമുക്കുണ്ട്. അത് നമ്മൾ അത് വഴിയെ പറയാം. അപ്പൊ ഈ ഒരു ആലോചനയോടുകൂടെ നമ്മുടെ മനസ്സ് ഏകദേശം ഇത് ഇത്ര 3 റിജക്ഷൻ ആണ് മെയിൻ ആയിട്ട് വരാം. ഒന്ന് ഇതിൽ വരുന്ന പ്രൊഡക്റ്റിന്റെ റിജക്ഷൻ ആദ്യം വരും. നമ്മൾ ഈ പ്രൊഡക്റ്റ് കാണുമ്പോൾ തന്നെ ആളുകൾ ഇതെന്താണ് പരിചയമില്ലാത്ത സംഭവമാണ്, ആ പ്രൊഡക്റ്റ് റിജക്ഷൻ ആദ്യമായിട്ട് വരും. രണ്ടാമത്തെ ഇനിയിപ്പോ പ്രൊഡക്റ്റ് ഒക്കെ കുഴപ്പമില്ല, ഉടനെ വരും എന്താണ്, പ്രൈസ് ആണ്. പ്രൈസിന്റെ റിജക്ഷൻ, വില കേട്ട് കഴിഞ്ഞാല് ആളുകൾ ഓ ഇത് വലിയ അല്ലെ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ അപ്പൊ നമ്മൾ പൊതുവെ നമ്മൾ എന്താ പറയാ, നമ്മള് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് നമ്മൾ ചോദിച്ചാൽ എങ്ങനെയുണ്ട് സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റും, ഇല്ലേ, എന്താ പ്രശ്നം, പൈസന്റെ പ്രശ്നമാണ്. അവർക്ക് പൈസ ഇല്ല, പൈസ തന്നെ അടുത്ത മാസം വരുന്ന പറയണം. അതാണ് നമ്മൾ പറയാം. നമ്മൾ അപ്ലൈ ലീഡേഴ്സ് ചോദിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ക്ലോസ് ചെയ്തില്ല ചോദിക്കുന്ന സമയത്ത് പൈസ ഇല്ല എന്നാ പറയുന്നത്. പൈസ ഇല്ല, എല്ലാ പ്രസന്റേഷനും കഴിഞ്ഞിട്ടുണ്ട്, എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് പൈസ ഇല്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. മൂന്നാമത്തെ ഒരു പി കൂടി ഉണ്ട്, 3 P's എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പി എന്ന് പറയുന്നത് പ്രസന്റേഷൻ ആണ്. നമ്മൾ പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ പ്രൈസ്, പ്രസന്റേഷൻ. ഏറ്റവും ആദ്യം പറയുന്ന സത്യത്തിൽ പ്രസന്റേഷൻ ആണ്. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പ്രസന്റേഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മള് പൊതുവെ ഇതിൽ പറയാറുണ്ട്, നമ്മൾ ഈ സെയിൽസിന്റെ മേഖലയിൽ പറയുമ്പോൾ നമ്മൾ ഇതിലൊക്കെ പല ആളുകളും പറഞ്ഞതാണ്, 2 എക്സിക്യൂട്ടീവുകളെ ഇത് പറയാറുണ്ട് അല്ലെ. നമ്മളെ ഒരു രാജ്യത്തേക്ക് 2 എക്സിക്യൂട്ടീവുകളെ, ഷൂ കമ്പനി അയച്ച 2 എക്സിക്യൂട്ടീവുകൾ. അവര് പോയപ്പോ ഒരു എക്സിക്യൂട്ടീവ് കണ്ടെത്തി എന്താണ്, ഞാൻ ചുരുക്കം പറയണം, എല്ലാവരും കേട്ട പരിചയ സംഭവമാണ്. ഒരു എക്സിക്യൂട്ടീവ് പറഞ്ഞത് മാനേജറെ അടുത്ത് പറഞ്ഞു, സാറേ ഇവിടെ ഒരു സംഭവം നടക്കൂല. കാരണം എന്താണ്, ഈ നാട്ടിൽ ഒരു മനുഷ്യരും എന്ത് ചെയ്യുന്നില്ല, ചെരുപ്പോ ഷൂസോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അവരൊക്കെ നഗ്നവാദന നടക്കുന്ന ആളുകളാണ്, ഒരു ഗോത്രവർഗക്കാരാണ്. ഒരു കാര്യം നടക്കൂല ഇവിടെ. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോരാണെന്ന് പറഞ്ഞാൽ അവർ ആളെ തിരിച്ചു വന്നു. അതേ സ്ഥലത്തേക്ക് വേറെ എക്സിക്യൂട്ടീവ് പോയപ്പോ അയാളെ കണ്ടെത്തി എന്താണ്, അവിടെ ഒരു മനുഷ്യന് പോലും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല അല്ലെ. അവിടെ ചെരുപ്പ് ഉപയോഗിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്താവും, അവിടുത്തെ ആളുകൾ മുഴുവനും ചെരുപ്പ് ഉപയോഗിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ഷൂസ് ഉപയോഗിക്കാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് വലിയ തരത്തിൽ വലിയൊരു മാർക്കറ്റ്, പുതിയ മാർക്കറ്റിന് ലോകം തുറക്കാനുള്ള വലിയ സാധ്യത അവിടെ കണ്ടു. ഒരേ മെന്റാലിറ്റിയാണ് രണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് പ്രസന്റേഷൻ, അത് ഈ മെന്റാലിറ്റിയുടെ ഭാഗമാണ്. ഈ പ്രസന്റേഷനിൽ നമ്മൾ എങ്ങനെയാണ് ഈ ആളുകളെ അഥവാ ഈ സെല്ലിങ്, നമ്മൾ സെയിൽസ് എങ്ങനെ പ്രസന്റേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യാന്നുള്ളത്. അപ്പൊ നമുക്കൊക്കെ അറിയാം പലതരത്തിൽ. ഇപ്പൊ നമ്മള് അപ്ലൈ ലീഡേഴ്സ് പോയിട്ട് ക്ലോസ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് പോയി കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ആവുന്നില്ല. അതിന്റെ കാരണം എന്താണ്, അത് പ്രസന്റേഷൻ ടെക്നിക്കാണ്, പ്രസന്റേഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആണ് ഈ പ്രസന്റേഷൻ പറയുന്നതിന് മുമ്പേ പ്രോസ്പെക്ടിങ് എന്നൊരു വിഷയമാണ്. പലപ്പോഴും പലരും കേട്ടിട്ടുണ്ട് പ്രോസ്പെക്ടിങ്. എന്താണ് അതിന്റെ വിഷയം? നമ്മള് ഇതിൽ പ്രത്യേകിച്ച് നമ്മുടെ ബയോട്ടോറിയത്തിൽ നമ്മൾ എന്താ ചെയ്യാം, നമ്മുടെ ഒരു അസോസിയേറ്റ്, നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ലീഡർ, നമ്മൾ അപ്ലൈ ലീഡർ വിളിക്കും. അപ്ലൈ ലീഡർ എന്ത് ചെയ്യും, ആ പറയപ്പെട്ട വീട്ടിലേക്ക് പോകും. അവിടെ പോയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നില്ലെങ്കിൽ റിജക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, സംഘ പ്രൊഡക്റ്റ് വാങ്ങും. ഇതിനു മുമ്പേ നമുക്ക് ചെയ്യേണ്ട ഒരു സംഭവമാണ് പ്രോസ്പെക്ടിങ് എന്ന് പറയുന്ന സംഭവം. എന്താണത്? ഈ കസ്റ്റമർ നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ അഫോർഡബിൾ ആയിട്ടുള്ള ഒരാളാണ്, അതല്ലെങ്കിൽ അദ്ദേഹം ഇതിന്റെ ഒരു ആവശ്യക്കാരനാണ്, അല്ലെങ്കിൽ ഇത് രണ്ടുമല്ലെങ്കിൽ നമുക്ക് ഈ സംഗതി പറഞ്ഞ് അവിടെ ഫലിപ്പിച്ചത് വാങ്ങാൻ കഴിയുന്ന ഒരാൾ, ഒരു മിശ്രണമായിട്ട് പറയാം. അത് മെയിനായിട്ട് 2 കേസാണ്. ഒന്ന് അഫോർഡബിൾ പേഴ്സൺ ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് പൊതുവെ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഈ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന അനുഭവമാണ്. നമ്മളെ അസോസിയേറ്റ്സ് നമ്മളെ എങ്ങനെയെങ്കിലും കുറച്ച് സെയിൽസ് ഉണ്ടാക്കണം. അപ്പൊ വർക്ക് നമ്മൾ പറയുന്ന സമയത്ത് ഞാൻ ഇന്ന ദിവസം വരാം, അപ്പൊ നിങ്ങൾ കുറച്ച് ആളുകളെ കണ്ടെത്തണം, എന്നിട്ട് നമുക്ക് കുറച്ച് വർക്ക് പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന വെച്ചാൽ ഏതെങ്കിലും കുറച്ച് ആളുകളെ ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അവരുടെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല, അവരെ കുറിച്ച് യാതൊരു ധാരണ ഉണ്ടാവില്ല, അവരെ എന്താണെന്നുള്ള കൃത്യമായിട്ട് ഒരു സംഗതി ഈ ആളുടെ കയ്യിലുണ്ടാവില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ലീഡർ അവർ കൂടെ പോകും. കൂടെ പോയിട്ട് വിഷയങ്ങൾ പറയുന്ന സമയത്ത് ലാസ്റ്റ് സമയത്തായിരിക്കും, ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും, ഇത് ഞാൻ നേരത്തെ വാങ്ങിയിട്ടുണ്ടെന്ന് വരെ പറയുന്ന ആളുകളുണ്ട്. ശ്രദ്ധിച്ചിട്ട് നിനക്കില്ല, ഇത് നമ്മുടെ വീട്ടിലുണ്ട്, ഇത് നേരത്തെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്, ഈ സംഗതിയാണോ നിങ്ങൾ പറയണമെന്ന് എനിക്കറിയില്ലല്ലോ എന്നുള്ള രീതിയിലേക്ക് വരും.
അപ്പൊ ഈ പ്രോസ്പെക്ടിങ് എന്ന് പറയുന്നത് ഈ ഇദ്ദേഹം ഇത് ആവശ്യക്കാരനാണോ നമ്മളിപ്പോൾ കസ്റ്റമർ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. ആവശ്യക്കാരനാണെങ്കിൽ അത് അഫോർഡബിൾ ആയിട്ട് മാറാൻ സാധ്യത. നേരെ മറിച്ച് തിരിച്ചും വരും. നമ്മളിപ്പോ ഇതിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ, ഇത് ഒരു രോഗിക്കുള്ളതല്ല എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. ഇത് രോഗിക്കുള്ളതല്ല, ഇത് രോഗമില്ലാത്ത ആളുകൾക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കണം എന്നുള്ളത് രീതിയിലേക്ക് നമ്മൾ പറയാറുണ്ട്. ആ ഒരു പ്രസന്റേഷൻ വരുന്ന സമയത്ത് അദ്ദേഹം ഇത് ആവശ്യക്കാരനല്ലെങ്കിലും അഫോർഡബിൾ ആണെങ്കിൽ, അത്യാവശ്യം പൈസക്കുള്ള ഒരാളാണെങ്കിൽ, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ഈ പ്രൊഡക്റ്റ് പെട്ടെന്ന് വാങ്ങുക. ഇപ്പൊ നമ്മുടെ പ്രശ്നം എന്താണ്? ഞാനിത് നമ്മളൊക്കെ ഇപ്പൊ നല്ലൊരു പ്രാക്ടിക്കലി നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഒരു വലിയ ഒരു ലെവലിൽ കുറച്ച് പോയിന്റുകളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒരു വിവരമില്ലാതെ അല്ലെങ്കിൽ ഒരു മുൻധാരണയും ഇല്ലാതെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലും, എന്നിട്ട് അവിടെ ഈ കാര്യങ്ങളെല്ലാം പറയും. ആ പറഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നടന്നു എന്ന രീതിയിലേക്കാണ് നമ്മൾ വരാൻ. ആസ് എ സെയിൽസ്മാൻ ഇപ്പൊ നമ്മൾ ഇതിന്റെ സക്സസിൽ ഇപ്പൊ നമ്മൾ എന്തൊരു വിഷയമാണെങ്കിലും അവിടെ ഒരു പ്രൊഡക്റ്റ് സെയിൽ ഉണ്ടാവും. പ്രൊഡക്റ്റ് ഒരു സർവീസ് സെയിൽസ് നിർബന്ധമാണ്. അപ്പൊ ഒരു സെയിൽസ്മാൻ എന്നുള്ള നിലക്ക് നമ്മൾ ഇവിടെ സെയിൽസ്മാൻ എന്നുള്ള പറയുന്നത് നമ്മൾ സെയിൽസ് ടെക്നിക്കാണ് പഠിക്കുന്നത്. ഇവിടെ നമ്മൾ സെൽഫ് സെയിൽസ്മാൻ അല്ല, നമ്മളൊരു എന്താ പറയാ ഹെൽത്ത് കൺസൾട്ടന്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമുക്ക് പോവാം. പക്ഷെ ഇവിടെ നമ്മൾ ആത്യന്തികമായി നമ്മൾ സെയിൽസ്മാൻ ആണ്. ഒരു കൃത്യമായിട്ട് ഒരു സെയിൽസ്മാൻ, ഒരു സെയിൽസ് ബോയ്, സെയിൽസ് ഗേൾ എന്നുള്ള രീതിയിൽ നമ്മൾ പോവാം. അപ്പൊ ഒരു സെയിൽസ്മാൻ എന്ന നിലക്ക് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട എന്താ, ഈ സെയിൽസ് നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ കുറെ വർക്ക് ചെയ്യുക എന്നുള്ളതല്ല. ഇപ്പൊ നമ്മളെന്താ കാര്യങ്ങൾ ചെയ്യാം, രാവിലെ ഇറങ്ങും. ഞാൻ പലപ്പോഴും നമ്മുടെ ടീമിൽ കുറച്ച് മുമ്പേക്ക് ആളുകൾ ചെയ്തിരുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ, രാവിലെ കുറച്ച് ആളുകൾ, പ്രത്യേകിച്ച് ലേഡീസ് ആണെങ്കിൽ രാവിലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു 2, 3, 4 ആളുകൾ ഇറങ്ങിയിട്ട് എല്ലാ വീട്ടിൽ കൂടി കയറിയിട്ട് നോട്ടീസ് കൊടുക്കും. എന്നിട്ട് ഈ കാര്യങ്ങൾ പറയും. എന്നിട്ട് വൈകുന്നേരം വരും, കുറെ പൈസ ചെലവാകും, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന കുറെ പൈസ ചെലവാകും. ഭക്ഷണമൊക്കെ പൊതിഞ്ഞ് കൈ പിടിച്ചിട്ടുണ്ടാവും. അതൊക്കെ കഴിച്ച് വൈകുന്നേരം വരുമ്പോ വീട്ടിൽ നിന്ന് വേണ്ട ചീത്ത കേൾക്കും. ആ കാര്യങ്ങളാവും. 2, 3 ദിവസം ഈ പരിപാടി നടക്കും. ഇതിൽ ഡെസ്പാവും. ആ സംഭവം അതോടുകൂടെ നിർത്തും. അതാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. അപ്പൊ നമ്മളിതൊന്ന് ഒന്ന് സീരിയസ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ നമ്മൾ സെയിൽസ് വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മുടെ അടുത്തുള്ളതെങ്കിൽ നമ്മൾ കൃത്യമായി പ്രോസ്പെക്ടിങ് എന്നുള്ള വിഷയം, ഞാൻ അതിന്റെ ഇംഗ്ലീഷ് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. പ്രോസ്പെക്ടിങ് എന്ന് പറയുമ്പോൾ ഒരു കസ്റ്റമറെ ശരിക്കും മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ അതിനുവേണ്ടി നമ്മളിപ്പോ ലിസ്റ്റ്, നമ്മളെ ഇത് മീൻസ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ ലിസ്റ്റ് മേക്ക് ചെയ്യാറുണ്ട് അല്ലെ. ലിസ്റ്റ് മേക്കിംഗ് എന്നുള്ളത് നമ്മൾ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ ലിസ്റ്റ് മേക്ക് ചെയ്യാറുണ്ട്. 100 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കും. ആ 100 പേരുടെ ലിസ്റ്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യും എന്നൊക്കെ പറയും. പക്ഷെ അതേപോലെ നമ്മൾ ആ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ സെയിൽസിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ലിസ്റ്റ് മേക്ക് ചെയ്യണം. നമ്മൾ ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ചെയ്യണം. അതിലേക്കാണ് നമ്മൾ അപ്ലൈ ലീഡേഴ്സിനെ വിളിക്കേണ്ടത്. ഇത് നമ്മൾ സ്വന്തം പോവുകയാണെങ്കിലും ആ പ്രോസ്പെക്ട് അഥവാ നമ്മളൊരു കസ്റ്റമറെ ലിസ്റ്റ് നമ്മൾ കയ്യിലിട്ടുണ്ട്. ആ കസ്റ്റമറുടെ നീഡ് എന്താണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി, ആ മനസ്സിലാക്കിയ വിഷയം നമ്മൾ കൂടെ വരുന്ന ആളുകൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുത്ത് അത് പ്രസന്റേഷൻ ആ രീതിയിലേക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഫസ്റ്റില് നമ്മൾ ഈ സംഭവം സെയിൽസ് ക്ലോസിംഗ് എന്നുള്ള രീതിയിലേക്ക് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എനിക്കറിയാം, ഈ വിഷയത്തിൽ നമ്മൾ എല്ലാവരും അനുഭവിച്ച വിഷയമായിട്ട് ഇപ്പൊ പല ആളുകൾ ഒരു 3-3.5 വർഷമൊക്കെ ആയിട്ട് ആളുകളുണ്ട്. ഇന്നും നമുക്ക് സെയിൽസ് ശരിക്കും കൃത്യമായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ, ആ ഒരു വീട്ടിൽ നമ്മൾ പോകുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇത് അവർക്ക് ഇത് വാങ്ങാൻ കഴിയാത്ത ഒരു ടീമായിരിക്കും. നമുക്കിപ്പോ എല്ലാവരും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചാരിറ്റി നിലക്ക് നമുക്ക് നടത്താൻ കഴിയില്ല. അല്ലെങ്കിൽ നേരത്തെ മോനെ ടീച്ചർ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇത് എത്തിക്കാൻ വേണ്ടി നമുക്ക് ഈ പരിപാടി നമ്മൾ ആദ്യം നമ്മളൊരു എക്സിസ്റ്റൻസ് ഉണ്ടല്ലോ, നമുക്ക് ഇതിന്ന് ഇൻകം കിട്ടുന്ന സമയത്താണ് നമുക്ക് ഇത് വർക്ക് കൃത്യമായിട്ട് മൂവ് ചെയ്യാൻ പറ്റുക. അപ്പൊ ആ ഇൻകം കിട്ടണമെങ്കിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനം ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ട വിഷയമാണ് ഞാൻ ഈ പറഞ്ഞ കസ്റ്റമർ, നോ യുവർ കസ്റ്റമർ. ആ കസ്റ്റമറെ കൃത്യമായിട്ട് അറിയാം. ആ പ്രോസ്പെക്റ്റിന് കൃത്യമായിട്ട് അറിയാം. പ്രോസ്പെക്ടിങ് കസ്റ്റമർ അറിയാന്നുള്ള, കിട്ടിയ കസ്റ്റമർ അറിയാന്നുള്ളതല്ല, കസ്റ്റമർ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ രീതിയിലേക്കുള്ള അദ്ദേഹത്തിന് ഇത് വാങ്ങാൻ കഴിയുമോ, അദ്ദേഹത്തിന് ഒരു ആവശ്യക്കാരനാണോ, അദ്ദേഹത്തിനെ നമ്മൾ ഏത് രീതിയിൽ പ്രസന്റ് ചെയ്തിട്ട് ഇതിലേക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ഒരു ചിത്രം നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മുന്നിലുണ്ടാവും. അങ്ങനെയാണ് സമയത്ത് നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് അങ്ങനത്തെ ആളുകളെ നമ്മൾ സെലക്ട് ചെയ്ത് പോയാൽ മതി. നമ്മളൊരു ദിവസം 10-100 ആളുകൾ പോയി കാണുന്നതിന് പകരം 1-2 ആളുകൾ കൃത്യമായിട്ട് ഈ രീതിയിലേക്കുള്ള ഇത് നമ്മളടുത്ത് വാങ്ങും എന്നുള്ള പ്രതീക്ഷയുള്ള ആളുകളെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റും.
അല്ലെ? അപ്പൊ നമുക്ക് അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടത്. അപ്പൊ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കറക്റ്റ് പ്രോസ്പെക്ടിങ് എന്നുള്ള ഒരു മെത്തേഡാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടത്. അത് നമ്മൾ ടെക്നിക്കലി നമ്മൾ ഇതിന് പറയുന്ന സമയത്ത് ഏറ്റവും അതാണ്. പിന്നെ നമ്മുടെ കസ്റ്റമറിൽ തന്നെ പലതരത്തിൽ കസ്റ്റമർ ഉണ്ട്. നമ്മളതിന് പറയണമെങ്കിൽ നമ്മൾ ഒരു ചീപ്പ് കസ്റ്റമർ എന്ന് പറയും. ഫസ്റ്റ് ചീപ്പ് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അനുഭവം ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മളിങ്ങനെ നമ്മുടെ അസോസിയേറ്റ്സ് കൊണ്ടുപോയിട്ട് കാണിക്കുന്ന ആളുകൾ, ഞാനത് കുറച്ച് പറയില്ല. ചില ആളുകൾക്ക് ഇത് പറഞ്ഞാലും മനസ്സിലാവൂല, വാങ്ങാനുള്ള നയ പൈസ ഉണ്ടാവില്ല, തീരെ പണി ജോലിയൊന്നും ഇല്ലാത്ത ആളുകളായിരിക്കും. അവർക്കൊരു ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മൾ ചെല്ലാം. പക്ഷെ ആ രീതിയിലേക്ക് ഇവർ ഒരു ക്വാളിറ്റി ഇല്ലാത്ത കസ്റ്റമറാണ് നമ്മൾ ചീപ്പ് കസ്റ്റമർ എന്ന് പറയുന്നത്. അത്തരം അനുഭവമൊക്കെ നമുക്ക് ഉണ്ടാവും. ഒരു തരത്തിലും നമ്മൾ വെറുതെ ഇനിയിപ്പോ ചെല്ലുമ്പോൾ നമുക്ക് ഇയാളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. നമ്മൾ പ്രീ ജഡ്ജ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പോലും ഈ ഇദ്ദേഹത്തെ കാണുന്ന സമയത്ത് നമുക്ക് ഏകദേശം ധാരണ ഉണ്ടാവും, ഇവിടെ ഒന്നും നടക്കൂല എന്നുള്ള ധാരണ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കൂടെ വന്ന ആള് പറഞ്ഞതുകൊണ്ട് മറ്റാളെ ഒരു അഭിമാനം നഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതി നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്തിയിട്ട് അവിടെ പോകുന്ന സമയം അവരെ ചീപ്പ് കസ്റ്റമർ എന്ന് പറയും. ഈ പ്രോസ്പെക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. രണ്ടാമത്തെ ഡിഫിക്കൽട്ട് കസ്റ്റമർ എന്നാണ്. ചീപ്പ് ആവില്ല, പക്ഷെ നമ്മൾ ഒരു പ്രസന്റേഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഏകദേശം നമുക്കൊരു ധാരണ ഉണ്ടാവും ഒരു തരത്തിലും ഇയാൾ, കാരണം അയാൾ ഒരു വലിയ നോളജ് ഉള്ള ആളായിട്ട് അഭിനയിക്കും. നമ്മൾ പറയുന്ന ഇടയ്ക്ക് തന്നെ കയറി സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മളെ ഏത് സമയത്തും റിജക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ ഏത് സമയത്തും ഒപ്പോസ് ചെയ്തുകൊണ്ട് എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ആളുകളായിരിക്കും. അവരെ നമ്മൾ പറയുന്നത് ഡിഫിക്കൽട്ട് കസ്റ്റമർ എന്ന് നമുക്ക് പറയാം. അത് രണ്ട് കേസ്, ഒന്ന് ചീപ്പാണ്, മറ്റേത് ഡിഫിക്കൽട്ട് ആണ്. നെക്സ്റ്റ് ഒന്നുണ്ട് എഡ്യൂക്കേഷണൽ കസ്റ്റമർ. നമ്മൾ പറയുന്ന സമയത്ത് കൃത്യമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വളരെ എക്സൈറ്റ്മെന്റോടുകൂടെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു കസ്റ്റമറാണ് അല്ലെ. അവർ ഈ പ്രോസ്പെക്ടിങ് എന്ന് പറയുന്ന സമയത്തുള്ള ഒരു വിഷയങ്ങളാണ്. അപ്പൊ അവരെ നമ്മൾ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെട്ട് പഠിച്ച്, നമ്മൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞാലും അവർ പഠിക്കാൻ പ്രാപ്തിയുള്ള ആൾക്കാർക്ക് അത് പഠിച്ച് ഈ കാര്യങ്ങൾ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും, സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ഒരു ഇമോഷണൽ ആണ്. ഇമോഷണൽ എന്ന് പറയുന്ന സമയത്ത് അത് ഒരുപക്ഷെ നമ്മുടെ കൂടെ പോകുന്ന ആളുമായിട്ട് ഒരു വൈകാരിക ബന്ധം ഉണ്ടാവും. കുടുംബങ്ങളിലൊക്കെ നമ്മൾ അതാണ് നേരത്തെ മോനവരെ ടീച്ചർ പറഞ്ഞു, എന്റെ കുടുംബത്തിലെ എല്ലാവർക്കും ഞാൻ കൊടുത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അവരോട് നിർബന്ധപൂർവ്വം നമുക്ക് പറയാൻ പറ്റും, എന്റെ ആങ്ങളെയാണ്, നീ ഇത് വാങ്ങിയേ പറ്റൂ, കാരണം എനിക്ക് ഈ രീതിയിലേക്കുള്ള ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നീ ഇത് നിർബന്ധമായും ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇമോഷണൽ ആയിട്ട് നമുക്ക് വൈകാരികമായിട്ട് അവരെ കയ്യിലെടുത്തുകൊണ്ട് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നമ്മൾ അത്രയും ഉറ്റ ഫ്രണ്ട് ആയിരിക്കും. ആ രീതിയിലേക്ക് നമ്മളെ കൂടെ പഠിച്ച ആളുകൾ അവരുടെ പറയുമ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് ഇമോഷണൽ ആയിട്ട്. അപ്പൊ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് കസ്റ്റമേഴ്സ് നമുക്ക് കൃത്യമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും, എഡ്യൂക്കേഷണലും ഇമോഷണലും. മറ്റേ രണ്ട് കസ്റ്റമർ നമ്മൾ സമയം പോയി കിട്ടുമെന്നല്ലാതെ നമുക്ക് യാതൊരു തരത്തിലുള്ള റിസൾട്ടും അതുമായിട്ട് ഉണ്ടാവില്ല. ഇതൊക്കെ ഇനി ഇങ്ങനെ ആയി കഴിഞ്ഞാൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമുക്ക് വരുന്നത് ഇതിൽ സെയിൽസിൽ നമ്മളെ അലോസരപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പ്രൈസ് ഒബ്ജക്ഷൻ ആണ്, പ്രൈസ് റിജക്ഷൻ. പ്രൈസുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ സമയം ഞാൻ ഫസ്റ്റ് പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അപ്പൊ ആളുകൾക്ക് നല്ല മനസ്സിൽ ഒരു കാഴ്ചപ്പാടുണ്ടാവും, ആ കുഴപ്പമില്ലല്ലോ, നല്ല സംഗതിയാണല്ലോ എന്നൊക്കെ കരുതി ലാസ്റ്റ് നമ്മൾ പ്രൈസ് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്താവും, റിജക്ഷൻ വരും അല്ലെ. അവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം വരുന്നത്. ആ ഒരു റിജക്ഷൻ നമ്മൾ നേരത്തെ നമ്മൾ അറിയാം, നമുക്ക് കാണാം. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അവിടെ നമ്മളൊന്ന് മനസ്സിലാക്കിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രൊഡക്റ്റ് ഇത് പറയുന്ന സമയത്ത് ഈ ഭാഗത്ത് ഞാനായിരുന്നെങ്കിൽ എങ്ങനെയാണെന്ന് റിയാക്ട് ചെയ്യാം. നമ്മൾ പ്രൊഡക്റ്റ് പറയുന്ന സമയത്ത് നമ്മളെങ്ങനെ ഇപ്പൊ നമ്മളെ ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഒരാൾ നമ്മളുടെ കാര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും, ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് അറിയാൻ വേണ്ടി നമുക്ക് നല്ലൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ആ ക്യൂരിയോസിറ്റി ഉണ്ടാകുന്ന സമയത്ത് ഏതുവരെ ഉണ്ടാവും, അത് നമ്മളെ അഫോർഡബിളിന്റെ ബിയോണ്ട് അവർ അഫോർഡബിൾ ആണെങ്കിൽ എന്താവും, എത്ര നല്ല പ്രൊഡക്റ്റ് ആണ് നമ്മൾ തള്ളും എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങാൻ പറ്റാത്ത ഒരു റേഞ്ചാണ് വരുന്നെങ്കിൽ നമ്മൾ തള്ളും ഓട്ടോമാറ്റിക്കലി ആണ് അത്. പിന്നെ നമ്മൾ വേണ്ട, എനിക്ക് ഇപ്പൊ അത് ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ തള്ളും. ആവശ്യമുണ്ടാവും, കാരണം അതിന്റെ പ്രൈസ് ഒരു പക്ഷെ ഹൈ ആവും, നമ്മളെ മാനസികമായിട്ട് പ്രൈസ് ഹൈ ആയി. അങ്ങനെയാണ് അതിന്റെ വേറെ വിഷയങ്ങൾ. അപ്പൊ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് റിജക്ഷൻ വരുന്നത് ഇവിടെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ. അപ്പൊ എന്താണ് നമ്മൾ ഇതിന് ചെയ്യാം? ഇപ്പൊ പൊതുവെ നമ്മള് ഇതിന് ഒരുപാട് ആളുകൾ നമ്മൾ കേൾക്കുന്ന ആളുകളുണ്ട്. പൊതുവെ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഈ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ പറയാൻ നമുക്ക് പ്രൈസ് പറയാൻ നമ്മൾ എങ്ങനെയെങ്കിലും മറച്ചു. പ്രൈസ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ, ഇതേ 25 വർഷം ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്, അത്രയും വലിയ നല്ല ഇതിലെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും പ്രൈസ് പറയില്ല. ഇവര് പ്രൈസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും.
ഇത്ര പ്രൈസ്. അപ്പൊ നമ്മൾ ഒരു ഡബിളിന് ഇത്രയാണ് 16,500 മോഡറേറ്റ് റേറ്റ് പറയുന്നത്. അത് അപ്പൊ ഡബിളിന് പറഞ്ഞാണ് നിർത്തും. എന്നിട്ട് അതിന്റെ സിംഗിളിന് 9,800 പറയാൻ നമുക്ക് മടിയുണ്ടാവും. അങ്ങനെ നമ്മൾ പ്രൈസിനെ പേടിച്ചുകൊണ്ടാണ് നമ്മൾ പറയാം. നമ്മളെ കോൺഫിഡൻസ് നമുക്ക് അവിടെ ഉണ്ടാവില്ല. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം വരുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ഈ വിഷയം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ട വിഷയം, ഇത് ഒരു പ്രസന്റേഷനിൽ നമ്മൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ള, എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ള നിയോഡൈമിയം എന്ന് പറയുന്ന റയർ എർത്ത് മാഗ്നറ്റ് അല്ലെ, വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്, ഒരു മൂലകമാണ് ഇത്. ഇത് കുഴിച്ചെടുത്തിട്ടാണ് നമ്മൾ അല്ലെ ഭൂമിയിൽ നിന്ന് 600 അടി 700 അടി താഴ്ചയിൽ നിന്ന് വളരെ പ്രഷ്യസ് ആയിട്ട് കിട്ടുന്ന ഒരു മൂലകമാണ്, എലമെന്റ് ആണ് ഇത്, ഒരു മാഗ്നറ്റ് ആണ് ഇത് എന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ഇത് വളരെ ഇന്ന് മാർക്കറ്റിൽ അല്ലെ കിട്ടുന്ന പല പ്രൊഡക്റ്റുകളുണ്ട്. ഈ രീതിയിലൊക്കെ വെൽനസ് പ്രൊഡക്റ്റുണ്ട്. അതിനേക്കാളൊക്കെ എത്രയോ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, നമുക്ക് വാങ്ങാൻ പറ്റുന്ന, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിന്റെ പറഞ്ഞിട്ട് നമ്മൾ പറയാതെ നമ്മൾ ഇതിന്റെ പ്രൊഡക്റ്റ് പറയണം. ഇന്ന് പല പ്രൊഡക്റ്റുകൾക്കും 50,000 60,000 70,000 ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ പ്രൊഡക്റ്റിന് വെറും 16,500 രൂപയെ വരുന്നുള്ളൂ എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ഉള്ളിലൂടെ അത് പറഞ്ഞ് ക്ലോസ് ചെയ്യുന്ന സമയത്തേക്ക് ഇത്രയേ ഉള്ളൂ 16,500. അപ്പൊ അതിന്റെ അടിയിൽ നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പ്ലസ് റെഗുലേഷൻ മൊത്തം പ്രോപ്പറാക്കുന്ന വിഷയങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മളെ ബാക്കിയുള്ള മരുന്നുകളുടെയും ഇന്ന് മരുന്നുകളുടെ ഓരോ വിലകളും ഓരോ ടെസ്റ്റിന്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ഇതിന്റെയൊക്കെ ഹൈ ആയിട്ട് ഇത് വളരെ ലോ റേറ്റിലാണ് ഈ സംഭവം നിൽക്കുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള പ്രസന്റേഷൻ നമ്മൾ കൊണ്ടുവരുന്നതിൽ മസ്റ്റാണ്. ഇന്ന് ഞാനടക്കമുള്ള ആളുകൾ ഇത് എങ്ങനെയെങ്കിലും ഈ പ്രൈസ് മറച്ചു വെച്ച് അവസാന പ്രൈസ് പറഞ്ഞോടുകൂടെ നമ്മളിത് പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇത് വലിയ പ്രൈസാണ്. നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇവരെ കൺവിൻസ് ചെയ്തുകൊണ്ട് ഈ പ്രൈസ്, ഇത് നിലവില് ഇതിന്റെ ക്വാളിറ്റി നോക്കി, ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, സമൂഹത്തിലുണ്ടാകുന്ന പരിവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ വളരെ ലോ റേറ്റിൽ നമ്മളെ MD നമുക്ക് നൽകുന്ന വളരെ വലിയ ഒരു അനുഗ്രഹമാണ് എന്നുള്ള രീതിയിലേക്ക് നമുക്കിത് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ആളുകൾ അത് കൺവിൻസ് ആവും. അപ്പൊ അവർക്ക് നേരത്തെ പറഞ്ഞ പൈസ ഇല്ല എന്ന പ്രശ്നങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും അല്ലെ. നമ്മൾ പൈസ ഇല്ല എന്ന് കരുതിയ, അല്ലെങ്കിൽ പൈസ ഉണ്ടായി ഇവർ വാങ്ങില്ല എന്ന് കരുതിയ പല കസ്റ്റമേഴ്സും നമ്മളുടെ ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. അവരുടെ കെട്ടുതാരി പണയം വെച്ചിട്ട് ഈ സാധനം വാങ്ങിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? അത് അവരുടെ ആവശ്യക്കാരായതുകൊണ്ടാണ്. ചിലപ്പോൾ ആവശ്യക്കാരാണെങ്കിൽ പോലും ഇത് വാങ്ങൂല. കാരണം എന്താ വെച്ചാൽ നമ്മളെ പ്രസന്റേഷൻ അതുപോലെയായിരിക്കും. നമ്മളിത് എങ്ങനെയെങ്കിലും ഇവരെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമം നടത്തും. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ, ഞാനിത് പലപ്പോഴും നമ്മുടെ ടീമിലൊക്കെ പറയാറുണ്ട്, ഒരു സെയിൽസ് പ്രസന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഒരാളെ മുന്നിലിരിക്കുമ്പോ നമ്മൾ വലിയൊരു മഹാനാണ്. ഞാൻ കൂടെ ഒരാൾ 3-4 വന്നിട്ടുണ്ട്. അപ്പൊ ഞാനൊരു അപ്ലൈ ലീഡറായിട്ട് ഇങ്ങനെ വന്നില്ല. അപ്പൊ പെരിന്തൽമണ്ണയിൽ നിന്ന് വന്നതാണ്, ഇവിടെ എറണാകുളത്തേക്ക് ഇതിനായിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ ഗർവോടെ ഇരുന്നിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ മറ്റുള്ള ആളുകളെ നമ്മൾ തീരെ പരിഗണിക്കാതെ ഈ പ്രസന്റേഷൻ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം. സെയിൽസ് എന്ന് പറയുന്ന സമയത്ത് പ്രസന്റേഷൻ ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ബാക്കിയുള്ള പ്രൈസ് എത്ര ഹൈ ആണെങ്കിലും പ്രസന്റേഷൻ സൂപ്പർ ആണ് അല്ലെ, നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആലോചിച്ചോ, നമ്മളിതിൽ ലീഡറിനെ പേര് പറഞ്ഞല്ല, ഒരു ദിവസം നമ്മളെ കമ്പനി ഒരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പുതിയ വന്ന ആളുകൾക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഡെയിലി 2 കട്ട് ഓഫിൽ ഫാമിലി ബോണസ് അച്ചീവ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഓഫർ ഉണ്ടായിരുന്നു. അത് ഇന്ത്യയിൽ, നമ്മൾ കേരളത്തിലെ ഒരു ലീഡറാണ് മേടിച്ചത്, തൃശ്ശൂർക്കാരാണ് ലീഡർ. അത് ഇന്ന് നമ്മളെ കൂടെ ഇല്ല. അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഡെയിലി 2 കട്ട് ഓഫ് നമുക്കുള്ളത്. ആ 2 കട്ട് ഓഫിലും ഓരോ കട്ട് ഓഫിലും ഫാമിലി ബോണസ് മേടിച്ച് 30 ദിവസത്തിൽ 60 ഫാമിലി ബോണസ് മേടിച്ച ഒരു നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിൽ ആ ഒരു ഓഫർ അദ്ദേഹം മേടിച്ചു. അതെങ്ങനെ മേടിച്ചു? നമ്മളെ പോലെയുള്ള ഒരു സെയിൽസ്മാനാണ് അദ്ദേഹം. അദ്ദേഹത്തിനാണ് എന്തൂസിയാസം. എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് കരുതി അദ്ദേഹം അത് പറഞ്ഞ് പ്രസന്റ് ചെയ്ത് ആ കാര്യങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുത്തിയപ്പോ അദ്ദേഹത്തിന് വാങ്ങാൻ കുറെ ആളുകൾ റെഡിയായി. അത്രയോളം ചെയ്തു. അല്ല അദ്ദേഹം സ്വന്തമായിട്ട് കാശെടുത്ത് വാങ്ങിയിട്ട് ആ ഓഫർ ഇട്ടതല്ലല്ലോ കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല് നമ്മൾ പ്രസന്റേഷനിൽ നമ്മൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി നമ്മളെ കോൺഫിഡന്റോട് കൂടി കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ പറയുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് കോൺഫിഡൻസ് ആണ്. ഇത് പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതെല്ലാം പറയുമ്പോ നമ്മൾ സമയം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. സമയം എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ഇപ്പൊ നമുക്കൊരു 30 സെക്കൻഡ് കൊണ്ട് നമ്മളെ ഈ നിയോഡൈമിയത്തിന്റെ ഈ ഒരു പ്രൊജക്ട് നമുക്ക് പറയാൻ പറ്റും. ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ അല്ലെ, അതുപോലെ ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ പ്രൊജക്ട് പറയാൻ പറ്റും.
ആ പ്രൊജക്ട് പറയുന്ന സമയത്ത് എന്താണ് നമ്മൾ പറയേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഇതിന്റെ ഈ പ്രൊഡക്റ്റിന്റെ പേര് പറയുന്നതിന് മുമ്പേ ഇപ്പൊ നമ്മൾ ചില ആളുകൾ പറയും നമ്മൾ ഇബയോട്ടോറിയം എന്ന് പറയും. ആളുകൾക്ക് എന്താ ഇബയോട്ടോറിയം എന്ന് കേട്ടുപോലുണ്ട് എന്താണ്, അപ്പൊ ആകെ അന്തം വിടും. എന്താണ് ഇബയോട്ടോറിയം? നേരെ മറിച്ച് ഇതൊരു ചികിത്സാ രീതി, ഒരു തെറാപ്പി സിസ്റ്റം അല്ലെ. ഇത് നമ്മുടെ നേച്ചുറൽ ആയിട്ടുള്ള ഒരു തെറാപ്പി സിസ്റ്റമാണ്. ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ബ്ലഡ് ഉള്ള ആളുകൾക്ക് മുഴുവനും വേണ്ട ലോകത്ത് വളരെ ബെനിഫിറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് ഇന്ന് മോഡേൺ സയൻസ് പറയുന്ന 99.9% രോഗങ്ങൾക്ക് കാരണമായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ ഓക്സിജൻ ലെവൽ കറക്റ്റ് ചെയ്യാനുമുള്ള വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ്. ഇത് ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്, അതിന്റെ ജെന്യൂൻ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളെ ഈ കമ്പനിയിൽ മാത്രമാണ്. എന്നൊക്കെ പറഞ്ഞ 2-3 കേസുകൾ വളരെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ പറഞ്ഞ് ഇവരുടെ അടുത്ത് വളരെ സമയം ചെലവഴിക്കാത്ത രീതിയിൽ നമ്മൾ പറഞ്ഞ സമയം പിന്നെ അവർ ഈ സംശയങ്ങൾ ചോദിച്ച് അവരിതിന് കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഇതിന് സമയം എടുക്കാൻ പറ്റുന്ന ആളുകളാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങൾ അവരുടെ അടുത്ത് പറയേണ്ടി വരുന്നത്. അത് നമ്മൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അഥവാ ഈ പ്രസന്റേഷനിൽ അതോടൊപ്പം തന്നെ ഈ സെയിൽസിൽ നമ്മുടെ ബയോട്ടോറിയത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള വിഷയമാണ്, അതോടെ പറയാതിരിക്കാൻ വയ്യ. നമ്മൾ 2-3 ആളുകൾ കൂടിയിട്ട് നമ്മൾ ഒരു പ്രസന്റേഷന് പോകും. സ്വാഭാവികമായിട്ടും ഒക്കെ ഉണ്ടാവാറുള്ളത് അങ്ങനെയാണ്. ചിലപ്പോ ഒരു ഹോം മീറ്റിങ്ങിലൊക്കെ ആയിരിക്കും നമ്മൾ ഇത് പ്രസന്റ് ചെയ്യാം. പൊതുവായിട്ട് എന്താ ഉണ്ടാവാറ്? അവിടെ ഉണ്ടാവാറ് നമ്മളൊരു കാര്യം പറയാൻ, അപ്പോഴായിരിക്കും നമ്മളെ കൂടെ വന്ന ആൾക്ക് ഇത് പറയാൻ ഇങ്ങനെ മുട്ടിയിരിക്കേ. നമ്മളൊരു ഫ്ലോയിൽ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ സമയത്ത് അദ്ദേഹം കയറിയിട്ട് പറയും ഇത് 600 അടി താഴ്ചയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സംഭവമാണ് ഇത്. അപ്പോഴാണെങ്കിൽ മറ്റാളിന് ഇപ്പൊ ഞാൻ പറയാൻ പാടില്ലല്ലോ, മറ്റേ ലീഡർ അപ്പുറത്തേക്ക് ഉണ്ടാവും. അദ്ദേഹം പറയും എന്താ പറയാ, ഡോക്ടർ സാഗർ ജോഷി, നമ്മള് സാഗർ ജോഷി സാർ കാര്യങ്ങൾ മാത്രം പറഞ്ഞപ്പോൾ പോയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്ത ആളാണ്, 2 ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട് ഡോക്ടർ സാഗർ ജോഷി. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ ലീഡേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, പ്രത്യേകത്തിൽ നമ്മൾ പലപ്പോഴും പറയാറ്. ഒരു ലീഡറെടുത്ത് ഞാൻ പറഞ്ഞ ആൾ കേൾക്കണ്ടാവും ചിലപ്പോൾ. ഒരു ലീഡറെടുത്ത് ഞാൻ ഈ വിഷയം പറഞ്ഞെന്താന്നറിയാം, ഞാൻ സാറേ ഇതെനിക്കറിയാം, ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് എനിക്കറിയാം, പക്ഷെ ഇതിനെ പറഞ്ഞു പോവാണ്, അങ്ങനെ പറഞ്ഞു പോവാണ് എന്ന് എന്റെ അടുത്ത് ഡയറക്റ്റ് പറഞ്ഞത് ആൾ ചിലപ്പോൾ അത് കേൾക്കണ്ടാവും. അത് അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പൊ അത് പ്രസന്റേഷൻ പറയുന്ന സമയത്ത് ഒരാള് മാത്രം പ്രസന്റ് ചെയ്യും, ഒരാളെ പ്രസന്റ് ചെയ്യാൻ പാടുള്ളൂ. ആ ആള് പ്രസന്റ് ചെയ്തിട്ട് ഇനി അവർക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ പ്രസന്റേഷൻ ചെയ്ത ആള്, ആ സെയിൽസ്മാൻ എന്ന് നമ്മൾ പറയാം, അദ്ദേഹം പറയാത്ത എന്തെങ്കിലും പ്രശസ്ത ആയിട്ടുള്ള പോയിന്റുകൾ ഉണ്ടെങ്കിൽ മാത്രം മറ്റുള്ള ആള് ഒന്ന് സൂചിപ്പിച്ചു കൊടുക്കും. ഒരാൾ അതിനിപ്പോ ചിലപ്പോൾ നമ്മള് കൂടെ വന്ന അസോസിയേറ്റ്സ് ആണ് അവിടെ പ്രസന്റ് ചെയ്യണമെങ്കിൽ അപ്ലൈ ലീഡർ, ഇപ്പൊ ഞാനല്ല അപ്ലൈ, ഞാൻ ഒന്നുകൂടി ഗ്രേഡ് കൂടി നിൽക്കണമല്ലോ എന്ന് കരുതിട്ട് വലിയ നോളജ് ഒന്നും അവിടെ വിളമ്പേണ്ട കാര്യമില്ല. അങ്ങനെ നടക്കാറുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, ഒരാള് ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിച്ച് പ്രസന്റേഷൻ, ഞാൻ വീണ്ടും ഫോക്കസ് ചെയ്യുന്ന വിഷയം എന്ന് വെച്ചാൽ സെയിൽസിൽ മിക്കവാറും എല്ലാ വിഷയത്തിലും പറയുന്ന വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട പ്രസന്റേഷൻ ആണ്. അവിടെ പ്രൈസ് ഒരു പ്രശ്നമേ അല്ല, പ്രൊഡക്റ്റ് ഒരു പ്രശ്നമേ അല്ല. കാരണം ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ നമ്മൾ നന്നായി സുന്ദരമായി പ്രസന്റ് ചെയ്ത് നമ്മളെ കീശയിൽ കിടക്കുന്ന പൈസ അല്ലെ, കടം വാങ്ങി അയൽവാസിയിൽ നിന്ന് കടം വാങ്ങിയിട്ട് നമ്മൾ മേടിച്ച അനുഭവം നമുക്കുണ്ടാവും. ആ ഒരു സെയിൽസ്മാൻ അദ്ദേഹത്തിന്റെ കഴിവ് പ്രകാരം നമ്മളെ ആ രീതിയിലേക്ക് പിടിപ്പിച്ച ആ ഒരു സാധനം അദ്ദേഹം ബസ് കയറി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹം വണ്ടിയിട്ട് പോകുന്നതിന് മുമ്പേ ഇത് മോശമാണെന്നുള്ള അഭിപ്രായം നമുക്ക് ഉണ്ടായിട്ട് പോലും നമ്മൾ ഒരു 10 മിനിറ്റ് മുമ്പേ അല്ലെങ്കിൽ 5 മിനിറ്റ് മുമ്പേ ഈ സംഗതി മേടിച്ച അനുഭവം നമുക്കുണ്ടാവും. അപ്പൊ അതെന്താണ് അതിന്റെ കാരണം? അത് അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള നമ്മളെ മനസ്സിനെ പാകപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള ട്രെയിനിങ് കിട്ടിയ ആളുകൾ ആ സെയിൽസ് ടെക്നിക്ക് നമ്മൾ പ്രയോഗിച്ചപ്പോ നമ്മൾ അറിയാതെ വീണ് പോയ ഒരു അനുഭവമാണ്. അത് ഇതിൽ വളരെ ഒരു പ്രത്യേക സംഭവമാണ്, ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ്, വളരെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് ഈ ഒരു കേസ് പ്രസന്റേഷൻ. അത് നമ്മൾ കലവില കൂട്ടിക്കൊണ്ട് ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് പൊതുവെ കുറെ ആളുകൾ കേൾക്കുന്നില്ല, വളരെ കുറച്ച് ആളുകൾ നമ്മുടെ ടീമിലേക്ക് ഇത് കേൾക്കുന്നുള്ളൂ. ഇതിന് നമ്മൾ ഇനി പ്രസന്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഏത് ലീഡറാ പോകുന്ന അവർ കൂടെ പോകുന്ന ആളുകൾ അവർ കലവില കസ്റ്റമേഴ്സ് ഉണ്ടാക്കിയിട്ട് ഒന്നും ക്ലോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇപ്പൊ നമ്മുടെ ആംസ സാർ പ്രത്യേകം ചിലപ്പോ പറയുന്നത്, നമ്മൾ ഇങ്ങനെ അവരെ കഴുത്തറുത്ത് ഇങ്ങനെ അവസാനം മുറിയാൻ വേണ്ടി നിൽക്കുന്ന സമയത്തായിരിക്കും മറ്റേ ചങ്ങായി വന്നിട്ട് അപ്പൊ എന്തായി എന്റെ മറ്റേ മോള് അവളിപ്പോ മറ്റേ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന മോളിപ്പോ എന്തായി എന്ന് ഒറ്റ ചോദ്യമായിരിക്കും.
അതോടുകൂടെ തോക്കുണ്ടെങ്കിൽ അപ്പൊ തന്നെ വെടിവെക്കും. ആ രീതിയിലേക്കുള്ള പോണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ സമയം ഏകദേശമായിട്ടുണ്ട്. ഇത് സെയിൽസ് ടെക്നിക്ക് എന്ന് പറഞ്ഞാല് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അത് പ്രാക്ടിക്കൽ നമുക്കൊക്കെ ഉള്ള പ്രശ്നം വെച്ചാൽ അനുഭവമാണല്ലോ അല്ലെ. ഈ അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട റിജക്ഷൻ വരുന്നത് പ്രൈസ് ആണെന്ന് നമുക്കറിയാം. ആ പ്രൈസ് റിജക്ഷൻ വരുമ്പോൾ അതിന് മാറ്റിയെടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, അതിന്റെ ഒരു യുണീക്ക്നെസ് നമ്മൾ നമ്മുടെ കസ്റ്റമറെ ബോധ്യപ്പെടുത്തുകയും അത് ആ കസ്റ്റമർക്ക് എത്രയും അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് എന്നുള്ള നമ്മളെ ആ ഒരു പ്രസന്റേഷനിലൂടെ നമ്മൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന സമയത്ത് ഏതൊരു പ്രൊഡക്റ്റും, എസ്പെഷ്യലി നമ്മൾ ഡിവൈൻ ആയിട്ടുള്ള, നമ്മളെ ഈ ബ്ലെസ്സിങ് ആയിട്ടുള്ള, ബ്ലെസ്ഡ് ആയിട്ടുള്ള നമ്മളെ ഈ പ്രൊഡക്റ്റ് നമുക്ക് ഈസി ആയിട്ട് നമുക്കത് ആളുകൾക്ക് എത്തിക്കാൻ കഴിയുന്നുള്ള കാര്യം തർക്കണം. മാത്രമല്ല അത് ആ കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട വേണ്ട ഒരു കാര്യം ഉണ്ടാകും. ഇതില് ഫോളോ അപ്പ് ആണ്. ഇപ്പൊ നമ്മൾ ചെയ്യാ എന്താണ്, പൊതുവെ നമ്മൾ ഈ സെയിൽസ് ടെക്നിക്കൽ പറയുന്ന സമയത്ത് അതിന്റെ കൂടെ ചേർത്ത് വായിക്കണം. നമുക്ക് സെയിൽസ് നടക്കാണ് വേണ്ടത്. അപ്പൊ ഫസ്റ്റില് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ആളുകൾക്ക് പൈസ ഉണ്ടാവും, നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള ആളുകൾക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ തളരാതെ ആ ഡിസ്കസ് ചെയ്യേണ്ട ആളുകൾ ആരാണെങ്കിൽ അവരുമായിട്ട് നമുക്ക് കോൺഫറൻസ് കോളെങ്കിലും മിനിമം ഇടാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു അപ്പോയിന്റ്മെന്റ് നമുക്ക് മേടിക്കാം. അപ്പൊ ആ സമയത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റിയ ആളാണെങ്കിൽ ആ സമയത്ത് തന്നെ അവർക്ക് സംസാരിച്ചത് ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ അപ്പൊ നമുക്കൊക്കെ പലപ്പോഴും അനുഭവം ഉണ്ടാവും. നമ്മൾ ഇത്രയും വളരെ ലെവലായി പറഞ്ഞ് ഈ കേട്ട ആൾക്ക് അത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന് അത് ആരുടെടുത്താണോ ബോധ്യപ്പെടുത്തേണ്ടത് അവരുടെ അടുത്ത് ബോധ്യപ്പെടുത്താൻ ഒരിക്കലും കഴിയില്ല അല്ലെ. നമ്മൾ ഇത്രയും കാലമായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള പോലെ അയാൾക്ക് കഴിയില്ല. അയാളെ അവർ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും മറുപടി പറയാൻ കഴിയില്ല. അപ്പൊ അതോടുകൂടി അതവിടെ ക്ലോസ് ആയിട്ടുണ്ട്, നമ്മുടെ സമയം നഷ്ടമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഉണ്ടാക്കേണ്ട വിഷയം അവര് ചർച്ച ചെയ്യേണ്ട ആളുകൾ, ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡ്, അവരുടെ നമ്പർ വാങ്ങി അവരുടെ അടുത്ത് വിളിച്ച് നമ്മൾ കൊടുക്കും, നമ്മൾക്ക് അവര് വിട്ടുകൊടുക്കും. ഒരിക്കലും നമ്മളെ കസ്റ്റമർ ഞാൻ ചോദിച്ചിട്ട് പറയാം അല്ലെങ്കിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പറയാമെന്ന് പറയുമ്പോൾ അവർക്കത് വിട്ടുകൊടുക്കാതിരിക്കലാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നിക്ക്. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അങ്ങനെ ആ രീതിയിലേക്ക് നമ്മൾ പറഞ്ഞു ഒരിക്കലും അതവിടെ ക്ലോസിങ് നടക്കാൻ സാധ്യതയില്ല. അത് അതിന്റെ ഒരു ഹൈ അതോറിറ്റി ആണെങ്കിൽ ഓക്കെ. ഇപ്പൊ ഭർത്താവാണ് ഇത് നമ്മൾ പ്രസന്റേഷൻ കൊടുത്തതെങ്കിൽ ഭാര്യയുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു 75% നമുക്കൊരു പ്രതീക്ഷയുണ്ട്. നേരെ തിരിച്ചാണെങ്കിൽ നമ്മൾ ഇതിനനുസരിച്ചുള്ള നേരെ ദുരനുഭവമായിരിക്കും ഉണ്ടാവുക. കാരണം ഭാര്യന്റെ അടുത്ത് ഈ വിഷയങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞ സമയത്ത് 25% ഒക്കെ നമുക്ക് അതിന്റെ പ്രതീക്ഷ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ആളുകളെ കസ്റ്റമർ റിലേറ്റഡ് ആയിട്ടുള്ള അവരുമായി ബന്ധപ്പെട്ട് അവര് ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട ആളുകൾ, ഡിസ്കസ് ചെയ്യേണ്ട ആളുകളെ നമ്മൾ കൺവിൻസ് ചെയ്യാന്നുള്ളത് ഒരു ഫോളോ അപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ നിർബന്ധമായി എടുക്കണം. അത് കൂടുതൽ വൈകാൻ പാടില്ല എന്നുള്ളത് നമുക്കറിയാം. ഫോളോ അപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതില് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫോളോ അപ്പിൽ നമുക്ക് ഉണ്ടാവാം. നമ്മൾ ഒരു കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ആഴ്ചകളോളം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വിളിക്കും, ഞങ്ങൾ അന്നാ പറഞ്ഞൊരു വിഷയമല്ലേ, അത് എന്തായി, നിങ്ങൾ തീരുമാനിച്ചോ എന്നുള്ള കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ. അതുപോലെ തന്നെ നമ്മൾ അതിന് ശേഷം അവരുടെ നമ്പർ വാങ്ങി ആ നമ്പറിൽ ഒരുപാട് മെസ്സേജുകൾ നമ്മൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മളിതിന്റെ റിസൾട്ടുകൾ ഇങ്ങനെ ഡയലി 2, 3, 4 റിസൾട്ടുകൾ, കാരണം എങ്ങനെയെങ്കിലും ഇവരിത് ബോധ്യപ്പെട്ടെടുക്കാൻ വേണ്ടി. പക്ഷെ അത് വലിയൊരു ശല്യമായി മാറുകയും നമുക്കത് ആ സംഗതി അതോടുകൂടെ അവിടെ ക്ലോസ് ആവുകയും ചെയ്യും. അതായത് സെയിൽസ് അല്ല, നമ്മുടെ റിലേഷൻ ക്ലോസ് ആവുന്ന രീതിയിലേക്ക് നമ്മൾ ചെയ്യും. അപ്പോ ഞാൻ ഏകദേശം നിർത്താണ്. നമുക്ക് ഇത് വലിയൊരു സബ്ജക്റ്റ് ആണ്. നമ്മൾ പ്രാക്ടിക്കലായി നമ്മൾ ചെയ്യുന്ന വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. ഒന്ന്, നമ്മൾ പ്രോസ്പെക്ടിങ് വളരെ കൃത്യമായി നമ്മൾ ഉണ്ടാക്കുക. പ്രോസ്പെക്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ എല്ലാ വീടുകളിലും കയറി പറയുന്നതിന് പകരം ഫോക്കസ് ചെയ്ത് കുറച്ച് ആളുകളെ കണ്ടെത്തി, കസ്റ്റമറെ കണ്ടെത്തി, അത് നമ്മളെ അസോസിയേറ്റ്സ് നമ്മളോട് പറയുന്ന സമയത്തും അവരെ ഒരു വർക്ക് കൊടുക്കണ്ടേ എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കുന്നതിന് പകരം അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ആ കസ്റ്റമർ അദ്ദേഹം നമ്മളെ ഇത് അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ആളുകളാണോ അല്ലെങ്കിൽ ഇത് അവർക്ക് ആവശ്യമുള്ള ആളുകളാണോ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ പോകുമ്പോൾ നമുക്ക് സെയിൽസ് വർദ്ധിപ്പിക്കാൻ പറ്റും, ക്ലോസ് ചെയ്യാൻ പറ്റും. മറ്റേ നമുക്ക് സെയിൽസ് ഒരു മേന നിലക്ക് നമുക്ക് വർക്കാണ് വേണ്ടതെങ്കിൽ നമ്മളിപ്പോ ചെയ്യുന്നത് പോലെ അങ്ങനെ എല്ലാ വീട്ടിലും കയറി എല്ലാവരോടും പറഞ്ഞ് അങ്ങനെ പോയി കുറെ സമയം ആയിട്ട് എന്തെങ്കിലും ഒരാഴ്ചയിൽ ഒരു ഫാമിലി ബോണസോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ഫാമിലി ബോണസോ ഒരു ക്ലോസിങ്ങോ ഒക്കെ നടത്തി നമുക്ക് അങ്ങനെ പോകാം. നേരെ മറിച്ച് നമുക്ക് ഇതൊരു ഈ രീതിയിലേക്ക് ഒരു അച്ചീവ്മെന്റ്, മനോജ് സാറിനൊക്കെ കിട്ടിയ രീതിയിലേക്ക് ഒരു അച്ചീവ്മെന്റ് നമുക്ക് കിട്ടാനാണ് നമ്മൾ ഇതിലേക്ക് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അത് നമ്മൾ ചെയ്യുന്ന വർക്ക് ഒരു ദിവസം നമുക്കത് മെനക്കെടുത്തുന്ന സമയത്ത് ഒരു കുറെ വർക്ക് ചെയ്ത് കുറെ എക്സ്പെൻസ് ഉണ്ടാക്കി കുറെ ഡിലേ ഉണ്ടാക്കുന്നതിന് പകരം
കുറച്ച് നേരത്തെ പറഞ്ഞ ഒരു ഫോക്കസ് ആയി കാര്യങ്ങൾ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചെറിയ എക്സ്പെൻസിൽ നമുക്ക് ഓരോ പ്രദേശങ്ങളിൽ പോകുന്ന സമയത്തൊക്കെ ചെറിയ എക്സ്പെൻസിൽ വലിയ തരത്തിലേക്ക് ക്രോസിംഗ് നടത്തുകയും വലിയ തരത്തിലേക്ക് അച്ചീവ്മെന്റ് നേടാനുള്ള വലിയ സാഹചര്യം നമുക്കുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതില് അഗ്രഗണ്യന്മാരായ ആളുകളുടെ മുന്നിലാണ് നമ്മളിത് പറയുന്നത്. പക്ഷെ നമ്മളത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയണം. അതിൽ ഏറ്റവും നമ്മള് ഗ്രൂപ്പിൽ ടീമായി പോണ സമയത്ത് പല ലീഡേഴ്സും പറയാൻ പഠിക്കുന്ന സംഭവമാണ്. അങ്ങനെ ഞാൻ പലപ്പോഴും തുറന്നു പറയാറുണ്ട്. എന്ത് നമ്മള് 3-4 ആളുകൾ പോണ സമയത്ത് എല്ലാവരും കൂടി ഇത് പറയരുത്. ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇത് പറയരുത് എന്ന് പറയാൻ പറ്റാതെ ഇങ്ങനെ മനസ്സിൽ ഒതുക്കിക്കൊണ്ട് പണ്ടാരം എന്റെ കൂടെ വരുന്നുണ്ടല്ലോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ എന്നുള്ള രീതിയിലല്ലാതെ തുറന്ന് കാര്യങ്ങൾ പറഞ്ഞു ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയാം. ഇത് എല്ലാവർക്കും സംഭവിക്കണം. കാരണം വെച്ചാല് ആ ഒരു കസ്റ്റമറുടെ ഒരു ക്ലോസിങ് നടക്കണമെന്ന് അതിയായ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണം. ഇപ്പോ ഈ വരുന്ന ലീഡർ പോരാഞ്ഞിട്ടല്ല, അങ്ങനെ ഉണ്ടാവും. വരുന്ന ലീഡർ പോരാ, എങ്ങനെയെങ്കിലും ക്ലോസിംഗ് നടത്തി ഈ ലീഡർ വന്നപ്പോ അദ്ദേഹം വന്ന സമയത്തിനൊരു വില വേണം. അതോടൊപ്പം നമുക്ക് ഇത് സെയിൽസ് ക്ലോസ് ചെയ്യണം. എനിക്ക് മറ്റൊരു 2-3 ദിവസം മുമ്പ് ക്ലോസ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതുകൂടി ക്ലോസ് ചെയ്താൽ ഇന്ന് തന്നെ എനിക്ക് ഫാമിലി ബോണസ് കിട്ടുമല്ലോ എന്നുള്ള ആത്മാർത്ഥമായ ഒരു ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷേ അതിന്റെ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ 2-3 ആളുകൾ പറയുന്ന സമയത്ത് ഒരു ഫ്ലോയിൽ ഈ ആൾക്ക് ഒന്നും മനസ്സിലാവില്ല. എന്തൊക്കെയോ കുറെ പറഞ്ഞു നിയോഡൈമ എന്ന് പറഞ്ഞാൽ അത് എന്തായാലും മനസ്സിലാവില്ല, ഉറപ്പല്ലേ. നമ്മളെ കുറെ ആളുകൾ നിയോ മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം നിയോഡൈമയത്തേക്ക് നമുക്ക് എത്തിയിട്ടില്ല. അപ്പോ അതൊന്നും മനസ്സിലാവില്ല. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ ഒരു കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടെ ഒരു ഹറിബറി ആവാത്ത രീതിയിലേക്ക് ചെയ്യുക. പ്രൈസ് പറയുക എന്നുള്ളത് അവര് ചോദിക്കാതെ നമ്മളിൽ നിന്ന് ആ പ്രൈസിന്റെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇത് വളരെ എവിറ്റബിൾ ആയിട്ടുള്ള നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള സംഭവമാണ് എന്ന് കസ്റ്റമറെ ബോധ്യപ്പെടുത്തി നമ്മൾ പ്രൈസ് അതിന്റെ ഇടയിലൂടെ അങ്ങോട്ട് പറഞ്ഞ് അത് അവരെ ഹൈ പ്രൈസ് അല്ല, ഈ ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ലോ പ്രൈസ് ആണ്, അത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആയതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് നമുക്ക് കിട്ടിയത് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുന്ന സംവിധാനമാണ്. നേരെ മറിച്ച് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വളരെ രസകരമായി പറഞ്ഞ് നല്ല പ്രസന്റേഷൻ ആയിരിക്കും. അവസാനം പ്രൈസ് പറയുന്നതോട് കൂടെ ഈ കേട്ട ആളുകളുടെ മുഖമൊക്കെ ആകെ മാറി പ്രശ്നം ഇത് പറയാനാണ് നിങ്ങൾ ഇങ്ങനെ വന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒരു ഫേസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ട കുറെ വിഷയങ്ങൾ. ആ രീതിയിലേക്കാണ് നമ്മളിവിടെ ചർച്ച വന്നിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ ഈ സബ്ജക്ട് എന്നെ ഇതുവരെ കേട്ട എല്ലാവർക്കും നന്ദി പറയുകയാണ്. എസ്പെഷ്യലി നമ്മുടെ ഈ ഇത് ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് നമ്മളോട് ചോദ്യം ഉണ്ടാവും അല്ലെ. ഇതിൽ പറയുന്ന സമയത്ത് നമുക്കും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതിയോടാ, നിനക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യേണ്ടതെന്നൊരു ബോധ്യം നമുക്കുണ്ടാവും. ഇതിന്റെ സാഹചര്യം ഒരുക്കിയത് നമ്മുടെ ലീഡേഴ്സ് ആണ്, എസ്പെഷ്യലി നമ്മുടെ സാറ് ലീഡേഴ്സ്. അപ്പോ ഈ കാര്യങ്ങൾ എനിക്ക് ഒരുക്കി തരുന്നു. നമുക്ക് വേണ്ടിയിട്ട് ഈ രാവിലെ സൂം മീറ്റിംഗ് ഒരുക്കി തന്ന ലീഡേഴ്സിനും അതുപോലെ തന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഇത്രയും വീണ്ടും പറയാണ്, എന്റെ ജീവിതത്തിലും നമ്മുടെ ഒരുപാട് കുടുംബങ്ങളിലും സന്തോഷവും സമാധാനവും ഒക്കെ ആരോഗ്യവും ഒക്കെ നൽകിയ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നൽകിയ ഡോക്ടർ സാഗർ ജോഷി സാർക്കും അതിലുപരി ഇതൊക്കെ നമുക്ക് ഒരുക്കി തന്ന അതിന്റെയൊക്കെ മുകളിൽ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു നമുക്ക് വലിയൊരു ശക്തിയുണ്ട് അല്ലെ, ഒരു ദൈവിക ശക്തിയുണ്ട്. ആ ദൈവത്തിന് പരമാന്നതമായ എല്ലാവിധ നന്ദിയും കടപ്പാടും ഒക്കെ അറിയിച്ചുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഇബൈറ്റർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു മുസ്തഫ സാർ. നമ്മളിപ്പോ സാറിന്റെ ക്ലാസ് 3P കുറിച്ച് പഠിച്ചു അല്ലേ. അതായത് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രസന്റേഷൻ. എന്നെ സംബന്ധിച്ചോളം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞ അവസാനം ഇതിന്റെ ഈ പ്രൈസിലേക്ക് എത്തുന്ന സമയത്ത് എത്രയോ പേര് അയ്യോ ഇതിന് ഭയങ്കര വിലയാണ് കേട്ടോ, ഇതൊന്ന് നിങ്ങൾക്ക് കുറച്ച് തന്നൂടെ, അല്ലെങ്കിൽ ഞാൻ 4 മാസമായിട്ട് തരാം, അല്ലെങ്കിൽ കുറേശ്ശെ തരാം എന്ന് പറഞ്ഞിട്ടുള്ള എത്രയോ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് അതിങ്ങനെ കൊടുക്കാനുള്ള ഒരു അവസരം നമുക്ക് പറ്റുന്നില്ല. എന്നാലും എന്നെ സംബന്ധിച്ചോളം ഞാൻ കുറെ പേർക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നാലും സാർ പറഞ്ഞതുപോലെ നമ്മൾക്ക് സാറിന്റെ ആ ഉപദേശം അനുസരിച്ച് നമുക്ക് നീങ്ങാൻ സാധിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഏറ്റവും ആദരണീയനായ മനോജ് സാറ് സൂമിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. മനോജ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ഞാൻ പാലക്കാട് BOPയിലും തൃശ്ശൂർ BOPയിലും ആദ്യമേ തന്നെ പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങില്. പക്ഷെ ഇപ്പൊ തൃശ്ശൂർ അങ്ങനെ പോകാറില്ല, പാലക്കാട് പോവാറുണ്ട്. തൃശ്ശൂർ BOPയിൽ നിന്നാണ് ഞാൻ മനോജ് സാറിനെ ആദ്യമായിട്ട് തന്നെ കാണുന്നത്. ഇത്രയും എളിമയായ അല്ലെ, ആദരണീയനായ, എനിക്ക് പറയാൻ വാക്കുകളില്ല മനോജ് സാറിനെ കുറിച്ച്. കാരണം ഞാൻ ഇതിനു മുൻപ് ഈ കോടിപതിയിലേക്ക് എത്തിയിട്ടുള്ള
വ്യക്തിത്വങ്ങളെ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. പക്ഷെ മനോജ് സാറിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ പറയാ, എനിക്ക് വാക്കുകളില്ല. അത്ര ആദരണീയനായെന്ന് തന്നെ പറയാം. എളിമയോട് കൂടിയുള്ള പെരുമാറ്റം അല്ലേ, അത് പറയാതിരിക്കാൻ വയ്യ. പ്ലീസ് വെൽക്കം മനോജ് സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മോഹനവല്ലി ടീച്ചർ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ 6 AM ക്ലബിൽ പുതിയ പുതിയ സബ്ജക്റ്റുകളുമായി വന്ന് നമ്മുടെ പ്രതീക്ഷകൾക്ക് ആവേശവും എനർജിയും ഒക്കെ നൽകാൻ വേണ്ടി നമ്മുടെ രാവിലെ സെഷൻ സാധിക്കുന്നത്. ഇന്നലെ നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ സുമേഷ് സാറാണ് നമ്മളായിട്ട് സംബന്ധിച്ചത്. നമ്മളിൽ ഉണ്ടാകുന്ന ഒത്തിരി സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതിനെല്ലാം അവസാനം വരുന്ന ഉത്തരം നമ്മുടെ ഈ ബയോട്ടോറിയം പ്രൊഡക്ട്സ് ഉപയോഗിക്കുക എന്നുള്ള ഒരു മന്ത്രത്തിലേക്ക് നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമായിട്ട് കൊടുക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അതിൽ പറഞ്ഞ എല്ലാ രോഗങ്ങൾക്കുള്ള റിസൾട്ടുകൾ ഈ ബയോട്ടോറിയത്തിലൂടെ ആളുകൾക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ എത്ര ചരിതാർത്ഥ്യമുണ്ട്, നമുക്കെല്ലാം എത്ര സന്തോഷമുണ്ട്, എത്ര അഭിമാനമുണ്ട് അല്ലെ. ഇവിടെ മോഹനവല്ലി ടീച്ചർ ആദ്യം തന്നെ സംസാരിച്ചത് ഞാൻ കേട്ടു. കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിലെ ഓരോ വീടുകളിലും ബയോട്ടോറിയത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ എത്ര മനോഹരമായ ഒരു ആരോഗ്യ കേരളത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ആ ഒരു ചിന്തയാണ് നമുക്ക് ഓരോരുത്തർക്കുള്ളത്. അതിനു വേണ്ടിയിട്ട് മുന്നണി പടയാളികളായിട്ട് പോരാടുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. അവഹേളനങ്ങളും പുച്ഛിക്കലും കളിയാക്കലുകളും ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം നമ്മൾ അവഗണിച്ചുകൊണ്ട് ഒഴുക്കിനെതിരെ നീന്തുക എന്ന സിദ്ധാന്തവുമായിട്ട് വീടുവിടാന്തരം ചെല്ലുക, ഇതിന്റെ സയൻസ് പറഞ്ഞു കൊടുക്കുക, ഇതിന്റെ റിസൾട്ടുകൾ പറഞ്ഞു കൊടുക്കുക, ഇതിന്റെ അംഗീകാരങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, എല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് കേരളത്തിലെ ഓരോ വീടുകളിലും ഈ മാട്രസ് പാഡുകൾ ഉപയോഗിക്കുന്ന, വിരിക്കപ്പെടുന്ന ദിവസങ്ങൾ വിദൂരമല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നമുക്കറിയാം, നമ്മുടെ സ്വാതന്ത്ര്യ ചരിത്രം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഒരു സുപ്രഭാതത്തിൽ നേടിയതൊന്നുമല്ല ഇതൊന്നും. ഒത്തിരി കഠിനാധ്വാനങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലേ ഒക്കെ നിരവധി നീണ്ട വർഷത്തെ സമരത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഏത് കമ്പനിയും സ്റ്റാർട്ടിങ്ങിൽ തന്നെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്ന് പൂട്ടിപ്പോയ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും അതിന്റെ സംരംഭകര് അത് ആവേശത്തോടെ പിന്നെയും കൊണ്ടുപോകുമ്പോഴാണ് വിജയത്തിലേക്ക് എത്തുന്നത്. വിജയിച്ച ഒത്തിരി ആളുകളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ വിജയിച്ചവരൊന്നും അല്ല പലരും. അതൊക്കെ അതിൻ്റെതായ ഒരു പ്രോസസ് ഉണ്ട്. പക്ഷെ പിടിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സ് നമ്മൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. ആളുകൾ റിജക്ട് ചെയ്യുമ്പോഴും ഇതിന്റെ സയൻസും ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് കിട്ടിയ റിസൾട്ടും നമ്മൾ കൊടുത്ത ആളുകൾക്ക് കിട്ടിയ റിസൾട്ടുകളും നമ്മളെ ആവേശഭരിതരാക്കുമ്പോൾ നമുക്കിത് 10 പേരോട് ഒരു ദിവസം പറയാതെ നമുക്ക് ഉറക്കം വരില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഇന്ന് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്കാണ് ഇതിനകത്ത് വലിയ വീഴ്ച ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഇതിനകത്ത് എന്ത് വേണം? ഒരു സ്പിരിറ്റ് ഉണ്ടാകണം. ഇതിനെ നമ്മളൊരു ആവേശത്തോടു കൂടി ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കണം. ഇതിനൊരു പാഷനാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. ആരാണോ ഏത് സംഭവത്തെ ഒരു പാഷനാക്കി മാറ്റുന്നത് അവരാണ് അതിൽ സക്സസ് ആയി മാറുക എന്നുള്ളതാണ്. പാഷൻ നമ്മൾ പറയാറുണ്ട് എപ്പോഴും അല്ലെ. അത് നമ്മൾ പ്രവൃത്തിയിലൂടെ, നമ്മുടെ ചിന്തയിലൂടെ, നമ്മുടെ അറിവിലൂടെ, നമുക്ക് കിട്ടുന്ന റിസൾട്ടിലൂടെ സ്വായത്തമാകുന്നതാണ് പാഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഇത് ഒരു പാഷനായിട്ട് വരും സ്വാഭാവികമായിട്ടും. ഇങ്ങനെ പാഷനായിട്ട് ഇത് ഏറ്റെടുക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് വിജയികളായിട്ട് മാറുന്നത്. അപ്പൊ പാഷനായിട്ട് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ്. സച്ചിൻ തെണ്ടുൽക്കറുടെ കഥയൊക്കെ നമ്മൾ പറയാറുണ്ട്. സ്കൂൾ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒന്നും പഠിക്കാൻ പറ്റില്ല, ക്ലാസ്സിൽ ഏറ്റവും മോശമാണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. ഞാനിപ്പോ പറയുന്നില്ല, അത്രയും അദ്ദേഹം പഠിച്ചിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് ഒരു പാഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇല്ലേ. എപ്പോഴും ഒരു ബോളും എടുത്തിട്ട് ബാറ്റും എടുത്തിട്ട് ഗ്രൗണ്ടിൽ പോയി കളിക്കുക എന്നുള്ള ഒരു പാഷൻ ആയിരുന്നു. മഴയായാലും വെയിലായാലും തണുപ്പായാലും ഇല്ലേ. അങ്ങനെ കളിച്ചിട്ടാണ് ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ക്രിക്കറ്റിന്റെ രാജകുമാരൻ, ലോകത്തെ ഞെട്ടിച്ച ഇല്ലേ, ഡബിൾ സെഞ്ചുറിയൊക്കെ നേടാൻ വേണ്ടി സാധിക്കും ഇല്ലേ എന്നൊക്കെ മനസ്സിലാക്കി കൊടുത്ത അദ്ദേഹം ഒരു പാഷനായിട്ട് ക്രിക്കറ്റിനെ ഏറ്റെടുത്തപ്പോഴാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ ക്രിക്കറ്റിന്റെ ഇതിഹാസമായിട്ട് അദ്ദേഹത്തിന് മാറാൻ സാധിച്ചത്. ചരിത്രം പരിശോധിച്ച് അങ്ങനെയാണ് ഓരോ രംഗത്തും. അപ്പൊ ഇവിടെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് വിജയിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ അട്ടിയുറച്ച് തീരുമാനിക്കുക. നിങ്ങൾ വിജയിയായിരിക്കും, ഒരു സംശയം വേണ്ട. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. അപ്പൊ ആ വിജയത്തിലേക്ക് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമുക്കിവിടെ കസ്റ്റമേഴ്സ് ഉണ്ടാവും, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും. 2 കാറ്റഗറി ആളുകളാണ് നമുക്ക് എപ്പോഴും ബയോട്ടോറിയത്തിൽ വരിക. ഒന്ന് കസ്റ്റമർ, ഡിസ്ട്രിബ്യൂട്ടർ. നമുക്ക് ആവശ്യം ആരെയാണ്?
ആരെ ആവശ്യം? ഒന്ന് ടൈപ്പ് ചെയ്തല്ല അവർ. കസ്റ്റമർ വേണം, ഡിസ്ട്രിബ്യൂട്ടർ വേണം. എന്താണ് ഈ കസ്റ്റമറും ഡിസ്ട്രിബ്യൂട്ടറും കസ്റ്റമറും ഡിസ്ട്രിബ്യൂട്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു കസ്റ്റമർക്ക് അസുഖം ഉണ്ടെങ്കിൽ അയാൾ ഇത് വാങ്ങും, ഇല്ലേ? ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയിഡ്, എന്തെങ്കിലും അസുഖം ആയിക്കോട്ടെ, അവര് കസ്റ്റമർ എന്ത് ചെയ്യുന്നറിയോ? അത് വാങ്ങും, ഉപയോഗിക്കും, അത് കഴിഞ്ഞു. പിന്നെ അവരാരോടും പറയാനും പോകുന്നില്ല. ഇവിടെ സ്ട്രോക്ക് വന്നിട്ട് 65 ലക്ഷം രൂപ ചെലവാക്കിയിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാത്ത ആളുകൾ നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുത്തത് 42-ാം ദിവസം എഴുന്നേറ്റ് നടന്ന് ഇന്ന് പൂർവാധികാര ശക്തിയോടുകൂടി പഴയ രീതിയിൽ തന്റെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് വളരെ സജീവമായപ്പോഴും ഇന്നും അവരൊരാളോട് പറഞ്ഞിട്ടില്ല. നമുക്ക് പ്രശ്നമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞു വന്നത് കസ്റ്റമർ ഇത് ആളുകളിലേക്ക് എത്തിക്കണമെന്നില്ല. കസ്റ്റമർക്ക് ആവശ്യമാണ്. കസ്റ്റമറും വേണം, നമുക്ക് ഡിസ്ട്രിബ്യൂട്ടറും വേണം. രണ്ടിനും തുല്യ പ്രാധാന്യം തന്നെയുണ്ട്. ഡിസ്ട്രിബ്യൂട്ടർ മാത്രം എന്നുള്ള രീതിയിലേക്ക് മാറണ്ട. ഈ കസ്റ്റമറുടെ റിസൾട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നല്ല കസ്റ്റമറെ സൃഷ്ടിക്കുക, കുഴപ്പമില്ല. ഈ വരുന്ന കസ്റ്റമറിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുമ്പോഴാണ് നിങ്ങൾ അച്ചീവേഴ്സ് ആയിട്ട് മാറുക. നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടതാണ്. നിങ്ങൾ കൂടെ ഈ കസ്റ്റമേഴ്സ് എത്ര ആയിക്കോട്ടെ, എത്ര ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ വിലയിരുത്തേണ്ടത്. ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ എണ്ണമാണ് നമ്മളെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ ടീമിനെ നോക്കിക്കൊണ്ട് നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ആദ്യം കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ പിന്നീട് അതിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ മുസ്തഫ മാഷ് എന്ന് സംസാരിച്ചതാണ്. മുസ്തഫ മാഷ് സംസാരിച്ചതെന്ന് വെച്ചാൽ സെയിൽസ് ക്ലോസിംഗ് ആയിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലേ? നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അതിനാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത്. പയറ്റോറി ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ വളരെ സിമ്പിൾ ആണ്. വൈ? എന്താണ് കാരണം എന്നറിയുന്നത്? മറ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ ഉൽപ്പന്നങ്ങളെ അപേക്ഷിച്ചിട്ട് നമ്മുടെ ഉൽപ്പന്നം പെട്ടെന്ന് തന്നെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഉൽപ്പന്നത്തിന് ഓൺ ദ സ്പോട്ടിലുള്ള റിസൾട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ കൂടുതൽ ഇതിന്റെ സയൻസ് പറയാതെ വിത്തിൻ സെക്കൻഡ്സ് ഇതിന്റെ പവർ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാമെന്നുണ്ട് നമുക്ക് ഡെമോ കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ നമ്പർ 1 ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാരും മറന്നു പോകരുത്. അല്ലാണ്ട് കുറെ സയൻസ് നിയോഡിയമി 600 അടി 700 അടി ഒന്നും നിങ്ങൾ പറയണ്ട. ഇതിപ്പോ നിങ്ങൾക്ക് ഇതിന്റെ പവർ കാണിച്ചു ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 3 ടൈപ്പ് ഡെമോ അങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ മതി. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, അത്ഭുതകരം എന്ന് പറയട്ടെ, ഓൺ ദ സ്പോട്ടിൽ അവർ തയ്യാറാകുന്നു എന്നുള്ളതാണ് പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സംശയം വേണ്ട. അതാണ് സാധാരണക്കാരന് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല. അത് ഡെമോ പഠിക്കുക എന്നുള്ളതാണ്. ഡെമോ കൃത്യമായിട്ടും പഠിക്കണം. ഡെമോ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്കത് ഫീൽ ചെയ്യണം കറക്റ്റ് ആയിട്ട്. അത് ലീഡേഴ്സ് എന്ത് ചെയ്യണം? നിങ്ങളുടെ കൂടെ വന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഡെമോ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. 2 3 ടൈപ്പ് ഡെമോ ഉണ്ട്. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ ഒരു ഡെമോയിൽ സംശയം ഉണ്ടെങ്കിൽ അടുത്ത ഡെമോ കാണിച്ചു കൊടുക്കാം. ഇതാണ് പയറ്റോരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഡെമോയിലൂടെ തന്നെ നമുക്ക് ആളുകളെ ഇതിനകത്തേക്ക് അട്രാക്ട് ചെയ്യാനും സെയിൽ പെട്ടെന്ന് ക്ലോസ് ചെയ്യാനും സാധിക്കുന്നുള്ളതാണ്. അതിനുശേഷം റിസൾട്ടുകൾ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്, അല്ലെ? വെരിക്കോസ് മുതൽ അങ്ങോട്ട്, ഇല്ലേ? മൈഗ്രെയിൻ മുതൽ ഇങ്ങോട്ട്, ഇല്ലേ? മുടി കൊഴിച്ചത് മുതൽ അങ്ങോട്ട്, ഇല്ലേ? തൈറോയ്ഡ് മുതൽ ഇങ്ങോട്ട്, ഇല്ലേ? ഇങ്ങനെ പല റിസൾട്ടുകളും, സോറിയാസിസ് മുതൽ അങ്ങോട്ട്, പാർക്കിൻസൺസ് മുതൽ, ഇല്ലേ? എന്തെല്ലാം റിസൾട്ടുകളുടെ വീഡിയോസ് നിങ്ങൾ ഒരു ഫയലായിട്ട് നിങ്ങളെ മൊബൈലിൽ ശേഖരിച്ചു വെക്കണം എന്നുള്ളതാണ്. അത് ഓരോന്നോരോന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുക. അപ്പൊ എന്തെങ്കിലും അസുഖം വീട്ടിലുണ്ടാവും ഉറപ്പായിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്നും കൂടി അവരൊരു പോസിറ്റീവ് ആവുന്നുള്ള. ഇങ്ങനെ പോസിറ്റീവ് വൈബ്സ് അവരുടെ മൈൻഡിലേക്ക് കൂട്ടി കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അവസാനമാണ് എമൗണ്ട് പറയുന്നത്. എമൗണ്ട് പറയുമ്പോൾ കൂടുതൽ എന്ന് പറയുന്നതിന് വളരെ സിമ്പിൾ ആയിട്ട് ഞാനൊരു ആൻസർ പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിച്ചോളൂ, അല്ലെ? ഇവിടെ നമ്മൾ പറയുന്നത് 19,300, അല്ലെ? നമ്മൾ 19,300 എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മുഖം ചൊളി, അയ്യോ 19,300, അയ്യോ എനിക്ക് വേണ്ടെന്ന് പറയും, ഇല്ലേ? അല്ലെങ്കിൽ അതിന്റെ പ്രീമിയം സിംഗിൾ ആകുമ്പോൾ 10,700 വരും, അല്ലെ? അപ്പൊ 10,700 നമ്മൾ പറയുന്നത് വെച്ചാൽ 10,700 ഇതിന്റെ വില. ഭയങ്കര കാശാണ് സ്വാഭാവികമായിട്ടും. അപ്പൊ നമ്മൾ പറയണത് ഇന്ന റിസൾട്ടുകൾ നിങ്ങൾ നോക്കൂ, ഇല്ലേ? പേസ് മേക്കർ വെക്കണം എന്ന് പറഞ്ഞ ഒരു പേഷ്യന്റിന് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ കൂടെ കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞപ്പോ പേസ് മേക്കർ വേണ്ട. എത്ര ലാഭം കിട്ടിയ അവിടെ, അല്ലെ? 3.5 ലക്ഷം രൂപയോട് തയ്യാറാക്കിയിട്ട് ചെല്ലാൻ പറഞ്ഞാണ്. ഹാർട്ട് വീക്ക് ആയതുകൊണ്ട് പേസ് മേക്കർ വെച്ചേ പറ്റുള്ളൂ. അവിടെ അദ്ദേഹത്തിന്റെ ഒരു ബന്ധു തൽക്കാലത്തേക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ കൊടുത്തു. വീണ്ടും ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോ നല്ല എനർജി വന്നിട്ടുണ്ട്, ഹാർട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞു. എത്ര ലക്ഷം രൂപ അവിടെ ലാഭം ഉണ്ടായത്, അല്ലേ? വെറും 10,700 ഒരു പ്രൊഡക്റ്റ് ആണ് അവിടെ. ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കണം. അതുപോലെ തന്നെ ക്രിയാറ്റിന്റെ ലെവൽ കൂടിയിട്ട് ഡയാലിസിസ് സ്റ്റേജിലേക്ക് മാറുന്ന ഒരു പേഷ്യന്റ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോ ക്രിയാറ്റിൻ ലെവൽ 4 നിന്ന് 1.5 എത്തിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം, ജീവിതം തിരിച്ചു കിട്ടിയില്ലേ?
സ്ട്രോക്ക് വന്ന ആളുകൾ ഇന്നലെ നമ്മുടെ രാത്രിയിൽ സൂമിൽ ഒരു മേഡം റിസൾട്ട് പറയുന്നത് കേട്ടു. 13 വർഷമായിട്ട് കിടന്ന കിടപ്പിലുള്ള രോഗി നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോ മണിക്കൂറുകളിൽ എഴുന്നേറ്റിരുന്നു. അല്ലെ, നിങ്ങൾ കേട്ടില്ലേ? ഇന്നലെ രാത്രി പങ്കെടുത്ത് കേട്ട് കാണും ഇല്ലേ? ഇങ്ങനെയുള്ള റിസൾട്ടുകൾ നിങ്ങൾക്ക് അവർക്ക് ഷെയർ ചെയ്യുന്നവരോടൊപ്പം ഈ 10,700 വാല്യൂ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് 25 വർഷം ഉപയോഗിക്കാം. അപ്പൊ അവരുടെ മുമ്പിൽ തന്നെ നിങ്ങളുടെ മൊബൈൽ എടുത്ത് കാൽക്കുലേറ്റർ എടുക്കുക. 10,700 ഡിവൈഡഡ് ബൈ 25 എന്ന് പറഞ്ഞാൽ ഒരു വർഷം ആകെ ചെലവാകുന്നത് 428 രൂപയാണ്. 10,700 25 വർഷം ഉപയോഗിക്കാമെങ്കിൽ 10,700 ഡിവൈഡ് ബൈ 25 എന്ന് പറഞ്ഞാൽ ഒരു വർഷം 428 രൂപ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എത്ര വരും? ഒരു ദിവസം 1 രൂപ 17 പൈസയാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ചെലവാക്കേണ്ടത്. എത്ര? മിഠായി കിട്ടും 1 രൂപ. ആ മിഠായി മേടിച്ച് പേരക്കുട്ടികൾ കൊണ്ടു കൊടുത്താൽ അത് കഴിക്കുമോ? വലിച്ച് മുഖത്തേക്ക് അറിയാം എനിക്കിത് വേണ്ടെന്ന് പറയും അല്ലെ? അവർക്ക് മറ്റേ കുടത്തിലിറക്കിയ മിഠായി വേണം ഇപ്പൊ അല്ലെ? 1 രൂപക്ക് എന്ത് കിട്ടും? എവിടെ ഇങ്ങോട്ട് വരും? പിച്ചക്കാരൻ 1 രൂപ കൊടുത്താൽ വലിച്ചെറിയല്ലോ മുഖത്തേക്ക് അല്ലെ? ഇപ്പൊ 1 രൂപ ഉപയോഗിക്കുന്ന അമ്പലങ്ങളിലും പള്ളികളിലും ഇടാൻ വേണ്ടി മാത്രം, വേറെ എവിടെ 1 രൂപ ഉപയോഗിക്കാറില്ല. ശരിയല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അല്ലെ, കോടാനുകോടി രൂപ വിലയാണ് ഈ ആരോഗ്യത്തിന്. ഈ മനുഷ്യ ശരീരത്തിന്റെ വില കണക്കാക്കിയാൽ കോടിക്കണക്കിന് രൂപയാണ് ഈ മനുഷ്യ ശരീരത്തിന്റെ വില. നിങ്ങളുടെ വില എത്രയാ? ലിവറിന്റെ വില എത്രയാ? ഇല്ലേ? ശ്വാസകോശത്തിന്റെ വില എത്രയാ? 1 രൂപ നിങ്ങൾക്ക് ചെലവാക്കാൻ പറ്റില്ലേ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്? നിങ്ങൾ ഈ വണ്ടി ഉണ്ടല്ലോ പുറത്ത് നോക്കണം, അവരോട് പറയണം. 2 വീലർ ഉണ്ടല്ലോ, ഇത് നിങ്ങൾ സർവീസ് നടത്തുന്നുണ്ടല്ലോ, ടയർ മാറ്റുന്നുണ്ടല്ലോ, കഴുകുന്നുണ്ടല്ലോ, വൃത്തിയാക്കുന്നുണ്ടല്ലോ, ഓയിൽ മാറ്റുന്നുണ്ടല്ലോ. 1 രൂപ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നിങ്ങൾ മാറ്റിവെക്കാൻ പറ്റില്ല, നിങ്ങൾ വാങ്ങണ്ട കേട്ടാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് നല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ട് ഇതൊരു വിലയല്ല നിങ്ങോട്ട് തിരിച്ചു പറഞ്ഞു. മനസ്സിലായ? ഇനി 19,300 നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഫാമിലി ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 25 എന്ന് പറയുമ്പോൾ ഒരു ദിവസം വരുന്നത് 2 രൂപ 11 പൈസയാണ്. 2 രൂപ 11 പൈസയൊക്കെയാണ് ഒരു ദിവസത്തെ ചെലവ്. അത് 2 ആൾക്ക് ഉപയോഗിക്കാം, ഭാര്യക്കും ഭർത്താവിനും ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ ഒരാളുടെ ചെലവ് ഈ പറഞ്ഞ 1 രൂപ 5 പൈസയാണ് വരുന്നത്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, സ്വന്തം ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് 1 രൂപ പോലും നിങ്ങൾക്ക് ചെലവാക്കാൻ ഇല്ലേ എന്ന് 4 ചോദ്യങ്ങൾ ഒച്ചത്തിൽ ചോദിക്കണം. നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും നിങ്ങളുടെ ചോദ്യങ്ങൾ ആ ഭിത്തികളിൽ നിന്ന് ഇടിമുഴക്കം പോലെ അവരുടെ കാതുകളിലേക്ക് വീണ്ടും 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 ആവർത്തിച്ച് വരണം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, അരമണിക്കൂറിനുള്ള അവർ നിങ്ങൾ വിളിക്കും, ഒരു സംശയം വേണ്ട. മനസ്സിലായ? അല്ലാണ്ട് 5 പവന്റെ മാല കഴുത്തിൽ ഇട്ടത് കൊണ്ടോ 10 പവന്റെ വള കയ്യിലിട്ടത് കൊണ്ടോ ഒന്നും ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ എന്ന് പച്ചക്ക് പറയാൻ സാധിക്കണം നിങ്ങൾക്ക്. ഒരു സംശയം വേണ്ട. 100 ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടി സാധിക്കും. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൊണ്ട് നിർത്തുക, സോറി. അപ്പോ അങ്ങനെ ഈ വിലയുടെ പ്രശ്നത്തെ നമുക്ക് സിമ്പിൾ ആയിട്ട് ക്ലോസ് ചെയ്യാനുള്ള ടെക്നിക്കാണ് ഞാനിപ്പോ ഇവിടെ പറഞ്ഞത്. ഇത് എല്ലാവരും ടീമിലേക്ക് പകർന്നു കൊടുക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയുക. ഈ വിലയാണ് ഇപ്പൊ എല്ലാവർക്കും പ്രശ്നമെങ്കിൽ അതും പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ഇതിനകത്ത് വന്ന് ഇത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയാൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ലക്ഷക്കണക്കിന് വരുമാനം ഉണ്ടാക്കി തരാൻ ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ. മനസ്സിലായ? ജാഥ ഞാൻ കൊണ്ടുവന്ന് ഇന്ന് ആൾക്ക് ഇതാ ഇന്ന് 19,300 എടുക്കാൻ പറഞ്ഞപ്പോ കഷ്ടപ്പെട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സാധനങ്ങൾ ഒരു പണയം വെച്ചിട്ടാണ് എടുത്തത്. ഇന്ന് അവരുടെ വരുമാനം 3 ലക്ഷം രൂപ ഞാനിതാ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നതാ. അവരുടെ പേര് പറഞ്ഞു കൊടുക്കുക, മറ്റവരുടെ പേര് പറഞ്ഞു കൊടുക്കുക. മനസ്സിലായില്ലേ? നിങ്ങളൊരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യും. നിങ്ങളുടെ സുഹൃത്തുക്കളില്ലേ, പരിചയക്കാരില്ലേ, അവരിലേക്ക് നമുക്കിത് ഷെയർ ചെയ്താൽ ഒറ്റ 19,300 എന്ന് പറയുന്ന എമൗണ്ട് 1-2 മാസം കൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഇതിലൂടെ ഒരു വലിയ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നും കൂടെ പറയുമ്പോ അല്ലേ, അടിപൊളിയായിട്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഓൺ ദ സ്പോട്ടിൽ ആ കയ്യിലുള്ള വളയങ്ങട് ഉപയോഗം തരും. മനസ്സിലായ? ഇപ്പൊ തന്നെ എടുക്കാന്ന് പറയും. ആ വളയേക്കാൾ പ്രാധാന്യം അല്ലെ, ആ കമ്മലിനേക്കാൾ പ്രാധാന്യം നമ്മുടെ ഈ പ്രൊഡക്റ്റിന് ഉണ്ട് എന്ന് അവർക്ക് പറയാം. ആരും മലയോട് വളമാരും പണയം വെക്കാനൊന്നുമല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അവരെ മനസ്സിലാക്കി കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായ? അവർക്ക് ഇതിന്റെ പ്രൊഡക്റ്റിന്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാ പറഞ്ഞു. ഇതിന്റെ ഓപ്പർച്യൂണിറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മനസ്സിലായില്ലേ? ഇതിനകത്ത് ഇരിക്കുന്ന വലിയൊരു ഇൻകം പ്ലാനിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. വരുമാനമില്ലാത്ത കരയുന്ന എത്ര ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇല്ലേ? എന്തെല്ലാം പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ മുമ്പിൽ ഒരു ദൈവദൂതനെ പോലെ നിന്ന് അവർക്ക് ആത്മവിശ്വാസവും ആവേശവും അല്ലെ പ്രതീക്ഷയും പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു സംശയവും വേണ്ട, സിമ്പിൾ ആയിട്ട് സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നാളെ ബുധനാഴ്ച കോട്ടയം BOP ആണ്, വ്യാഴാഴ്ച കണ്ണൂർ BOP ആണ്. BOP സെന്റർ ആണ് നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. പുതിയ ഗസ്റ്റുകളുമായിട്ട് എല്ലാവരും ഈ പ്രോഗ്രാം സെന്ററിലേക്ക് എത്തുക. അതോടൊപ്പം വെള്ളിയാഴ്ച എറണാകുളത്ത് നമ്മുടെ രമേശൻ സാറും ഡോക്ടർ സുമേഷ് സാറും വരുന്ന ഒരു മെഗാ പ്രോഗ്രാം, ട്രെയിനിങ് പ്രോഗ്രാമാണ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇങ്ങനെ നല്ലൊരു വെൽനസ് കോച്ച് ആകാൻ വേണ്ടി സാധിക്കും. അതാണ് അതിന്റെ സബ്ജക്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ നല്ലൊരു വെൽനസ് കോച്ച് ആവാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം, എന്തെല്ലാം പ്രസന്റ് ചെയ്യണം, എങ്ങനെ പ്രസന്റ് ചെയ്യണം,
എങ്ങനെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പാടില്ല മുതലായ കാര്യങ്ങളെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. 1 ഡേ ട്രെയിനിങ് ആണ്. അതോടൊപ്പം തന്നെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് അടുത്ത ലെവലിലേക്ക് അവരെ മാറ്റുന്ന രീതിയിലുള്ള 1 ഡേ ട്രെയിനിങ്ങും 2 ഡേ ട്രെയിനിങ്ങും RTP മുതലായ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് അവിടുന്ന് നമ്മളെല്ലാവരെയും പുറത്തേക്ക് ഇറക്കുക. ആ രീതിയിൽ, അല്ലാണ്ട് വെറുതെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന രീതിയിൽ നിന്ന് മാറ്റി വേറൊരു ലെവലിലേക്കുള്ള ഒരു ട്രെയിനിങ് സെഷനാണ് നമ്മളെ എറണാകുളത്ത് 21-ാം തീയതി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് വെള്ളിയാഴ്ച കോട്ടയത്ത് ബുധനാഴ്ചയാണ്. ഞാൻ നാളെന്ന് പറഞ്ഞോ എന്നറിയില്ല. ബുധനാഴ്ചയാണ് കോട്ടയം, വ്യാഴാഴ്ച കണ്ണൂർ പ്രോഗ്രാം. അപ്പൊ വെള്ളിയാഴ്ച 21-ാം തീയതിയാണ് എറണാകുളം നടക്കുന്ന ഈ ട്രെയിനിങ് സെഷൻ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും, ഈ പ്രദേശത്തുള്ള എല്ലാവരും, കോഴിക്കോടുള്ളവർ ഇങ്ങോട്ട് വരണ്ട, അത് അവിടെ ആ സെഷൻ വേറെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇന്ന് തന്നെ അതിന്റെ സീറ്റ് ബുക്ക് ചെയ്യുക. വെറും 100 പേർക്കേ സീറ്റ് ഉള്ളൂ കേട്ടോ. 100 പേര് മാത്രമേ ഉള്ളൂ. 100 പേരുടെ ഹാളാണ് ബുക്ക് ചെയ്തിരുന്നത്. ആള് വന്ന ഹാള് വലിച്ചു നീട്ടാനൊന്നും പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും തന്നെ ആ പ്രോഗ്രാമിൽ എത്തിച്ചേരുക. നിങ്ങൾ മാത്രം വന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ജീനിയസും നിങ്ങളുടെ വിന്നേഴ്സിനും 2 പേരെങ്കിലും പങ്കെടുപ്പിക്കുക. ബഗസാറിന്റെ അടിപൊളി ടീം ഇപ്പൊ പാലക്കാട് ഇങ്ങനെ കുതിച്ചു ഉയരുന്നുണ്ട്, എനിക്കറിയാം. മനസ്സിലായില്ലേ? അതിൽ നിന്ന് 2 പേരെങ്കിലും മിനിമം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ രഥയാത്ര ആരംഭിച്ചിരിക്കുന്നു. ഒരു സംശയവും വേണ്ട. മനസ്സിലായില്ലേ? ഇന്ത്യയിലാകമാനം വളരെ വൈബായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ഓഡിറ്റോറിയം. ബിഗ് അനൗൺസ്മെന്റുമായിട്ട് ചൊവ്വാഴ്ച 18-ാം തീയതി നമ്മുടെ പ്രിയങ്കരനായ സാഗർ സർ നാളെ 18 നാളെ രാത്രി ഒരു ബിഗ് അനൗൺസ്മെന്റ് വരുന്നുണ്ട്. റീപർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ഉൽപ്പന്നങ്ങൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു. കമ്പനി വേറെ ലെവലിലേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് സ്വപ്നങ്ങളുമായിട്ടാണോ ഓഡിറ്റോറിയം ഏറ്റെടുത്തിരിക്കുന്നത്, ആരോഗ്യത്തോടൊപ്പം നല്ലൊരു സമ്പത്തും നമ്മുടെ സമൂഹത്തിലേക്ക് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഒന്നായി നമുക്ക് വിജയിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കുള്ള നന്ദിയും ബഹുമാനവും സ്നേഹവും ആദരവും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഈ ഓഡിറ്റോറിയം.